محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. الصلاة والسلام عليك يا سيدي يا رسول الله. നമുക്കൊരു സ്വലാത്ത് കൊണ്ട് തുടങ്ങണം. നമ്മളെല്ലാവരും സ്വലാത്ത് ചൊല്ലണം. അത് ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത സ്വലാത്ത്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ സ്വലാത്ത്? അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ എന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി وسلموا تسليما. صدق الله العلي العظيم. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചെയ്യുന്നുണ്ട്. വമലായികതഹു, അവന്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്തും ചൊല്ലണം, സലാമും ചൊല്ലണം. അങ്ങനെ ഒരു കൽപ്പന സ്വലാത്തിനെ പറ്റി മാത്രമേ ഉള്ളൂ. അള്ളാഹും മലക്കുകളും നിസ്കരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കണം. അങ്ങനെ ഖുർആനിലുണ്ടോ? ഇല്ല. അങ്ങനെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അള്ളാഹ് പറഞ്ഞിട്ടില്ല. അള്ളാഹു നോമ്പെടുക്കുന്നു, മലായിക്കത്ത് നോമ്പെടുക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ നോമ്പെടുക്കണം. അങ്ങനെ ഉണ്ടോ? ഇല്ല. അള്ളാഹു മക്കത്ത് പോയി ഹജ്ജ് ചെയ്യുന്നു, മലായിക്കത്ത് ഹജ്ജ് ചെയ്യുന്നു, അതുകൊണ്ട് നിങ്ങൾ ചെയ്യണം. ഇല്ല, പറഞ്ഞിട്ടില്ല. പക്ഷെ ഒറ്റ സംഗതി മാത്രം പറഞ്ഞത്. അതേതാ? അള്ളാഹു ചെയ്യുന്ന പണിയാണത്, മലായിക്കത്തും ചെയ്യുന്ന പണിയാണ്. അതുകൊണ്ട് നിങ്ങളും ചെയ്യണേ മുഅ്മിനീങ്ങളെ. അതെന്താ? അല്ലാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഫത്ഹുൽ മുഈൻ എന്ന കിതാബിന്റെ തുടക്കത്തിൽ കാണാം, അസ്സലാത്തു മിനല്ലാഹ്, അല്ലാഹു ചെയ്യുന്ന സ്വലാത്ത് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? എന്താണ്? അർറഹ്മത്തുൽ മഖറൂനത്തു ബിത്തഅദീം, അള്ളാഹു നൽകുന്ന റഹ്മത്താണ്. അപ്പൊ അള്ളാഹു എനിക്ക് റഹ്മത്ത് ചെയ്യുന്നില്ലേ? ഉണ്ട്. നിങ്ങൾക്ക് റഹ്മത്തില്ലേ? ഉണ്ട്. അപ്പൊ അള്ളാന്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിക്കുള്ള റഹ്മത്ത്, അത് എനിക്ക് ചെയ്യുന്ന റഹ്മത്തല്ല. നിങ്ങൾ നോക്ക്, അള്ളാന്റെ ഏറ്റവും വലിയ ശത്രുവാണ് അബൂജഹൽ. ഈ മാസത്തിലല്ലേ കൊല്ലപ്പെട്ടത്? അബൂജഹൽ കൊല്ലപ്പെട്ടത് ഏത് മാസത്തിലാണ്? ഈ മാസത്തിലാണ്. ദിസ് മന്ത് ഏ മഹീനെ മേ അബൂജഹൽ മർ ഗയാ. ഈ മാസത്തിലാണ് അബൂജഹൽ എത്തേണ്ടടുത്ത് എത്തിയത്, അല്ലേ? ഏ മഹീനാമേ, ഈ മാസത്തിലാണ്. അടക്കൊന്ന് പഠിക്കരുതല്ല, കാരണം ബംഗാളികളുടെ കടന്നു കയറ്റം വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷദ്വീപൊക്കെ. അപ്പൊ ഒന്ന് ഇപ്പോഴേക്ക് കുറച്ചൊക്കെ എന്തെങ്കിലും പഠിക്കരുതല്ല. അപ്പൊ ഈ മാസത്തിലാണ് എന്തുണ്ടായത്? അബൂജഹൽ കൊല്ലപ്പെട്ടത്, അല്ലേ? അബൂജഹൽ കേളണ്ട് തോളർ ഉരായേളും പൽജാഹിലുടൻ തളം പരണ്ട് മൊഴിയായി കേമിത്ത് നീ പറകമിത്തോടുന്ന പടി ഹമിത്ത ഹമിതവനിൽ. അബൂജഹലിന്റെ നെഞ്ചത്ത് കേറിയിരുന്നു ആര്? സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. ആരാ കേറിയിരുന്നത്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. എനിക്ക് ഉത്തരം പറയുന്ന ആൾക്കാരോട് ഭയങ്കര ഇഷ്ടമാണ്. ആ സഹോദരൻ പറഞ്ഞല്ലോ, അല്ലാഹു തആല അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ അവരെയും ഞങ്ങളെയും കൂട്ടിത്തരണേ അല്ലാഹ്. അതൊരു വലിയ സന്തോഷാണ്. ഉത്തരം പറയാം. അറിയാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സഹാബിന്റെ പേര് പറഞ്ഞാലും മതി. നിങ്ങളെ പേരെന്താ പറഞ്ഞു? മുഹമ്മദ് അബ്ദുൽ റഹീം. ഭയങ്കര ബർക്കത്തുള്ള പേരാ മുഹമ്മദ്. മുഹമ്മദ് മുഹമ്മദുൻ ദിക്റുഹു റൂഹുൻ ലിഅൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർളുൻ അലൽ ഉമമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ على حبيبك خير الخلق كلهم. ഏറ്റവും വലിയ
വലിയ ബറക്കത്തുള്ള പേര് നമ്മുടെ മക്കൾക്ക് ഇടുകയാണെങ്കിലും ആർക്കിടുകയാണെങ്കിലും, ആൺകുട്ടിയാണോ ഏറ്റവും നല്ല പേര് മുഹമ്മദ് അല്ലേ? ഇപ്പൊ ഞങ്ങൾ പറഞ്ഞത് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് തങ്ങളെ പേരാണ് പറഞ്ഞത്. അവസാനം അബ്ദുല്ലാഹിബിൻ മസ്ഊദ് ഒക്കെ അബൂജഹലിന്റെ നെഞ്ചത്ത് കേറി ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് മഹാ അത്ഭുതമാണ്. അങ്ങനൊക്കെ ഉണ്ടാവും, ഉണ്ടായി. എന്നിട്ടോ കേറി ഇരുന്നിട്ട് കേളട അബുജാഹിലേ കേളട കൊടിയ കേട കേളട ചടയമുട കേളട തുടി തുടിക്കും ചകയ കടുകടുക്കും പകയ ജഗരേ കേളട. ഇത് അബൂജഹലിനോട് പറയാണ് ആര്? അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നെഞ്ഞത്ത് കയറി ഇരുന്നിട്ട് പറയാണ്, ചാളി ചാകത്ത പോലെ മാളി കിടപ്പവനെ ചാളും യാ അദുവല്ലാഹ് നാളും അഖ്സാക്കല്ലാഹ് തളിക്കിടപ്പിലുടൻ കീഴെ മറിത്തിടുമ്പോൾ തുളിത്തെളിന്തിടുന്നോ ഏളമ്പ കടുകടുവ അബൂജഹൽ ചൊല്ലാം ഇബ്നു മസ്ഊദ് അവരോട് മല്ലാം. സയ്യിദുനാ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂജഹലിന്റെ നെഞ്ചത്ത് കേറിയിരുന്നിട്ട് അബൂജഹൽ കൊണ്ടുവന്ന വാളുണ്ട് ബദറിന്റെ പടക്കളത്തിലേക്ക്. അബൂജഹൽ നല്ല വാളാ കൊണ്ടുവന്നത്. ഹേമപ്പിടി ബാൽ ഹസ്തമിൽ അണവായി കിരീട മകുട തിരുമുടി നീർത്തി തല കുടയുവായേ എന്ന് മഹാകവി മോയിൻകുട്ടി വൈദ്യര് പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്? ഹേമപ്പിടി ബാൽ എന്ന് പറഞ്ഞ നല്ല വിഷത്തിലൂട്ടപ്പെട്ട വാളാണ് അബൂജഹലിന്റെ കയ്യിലുള്ള വാൾ. അതേ വാള് അള്ളാന്റെ റസൂലിന്റെ തലെടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന വാൾ, ആ വാളുകൾ എടുത്ത് കയ്യിൽ പിടിച്ചു. ആര് പിടിച്ചു? നിങ്ങൾ നേരത്തെ പറഞ്ഞ സ്വഹാബി അബ്ദുറഹീം. നേരത്തെ പറഞ്ഞ സ്വഹാബി അബ്ദുറഹീം എന്നുള്ള പേര് ഭയങ്കര ബറക്കത്ത്. അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹ് അബ്ദുല്ലാഹ് വഅബ്ദുറഹ്മാൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരെന്താണെന്നറിയോ? അള്ളാന്റെ പേരിന്റെ കൂടെ അബ്ദു കൂട്ടിയിട്ട് അബ്ദുല്ലാഹ്, അബ്ദുറഹ്മാൻ, അബ്ദുറഹീം, അബ്ദുൽ ഗഫൂർ, അബ്ദുൽ സത്താർ. ഇത് അള്ളാഹ്ക്ക് അഹബ്ബുൽ അസ്മാഇ, അഹബ്ബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ളത് എന്നതിന്റെ അർത്ഥം. ആർക്ക്? ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേര്. ഇപ്പൊ ആ പേരൊന്നും പറ്റൂല. അപ്പൊ നാളെ ഞാൻ മിഞ്ഞാന്നൊരു സ്ഥലത്ത് ചെന്നപ്പോ ഒരു കുട്ടിനോട് ചോദിച്ചു, എന്താ മോനെ പേര്? അപ്പൊ ആ കുട്ടി പറഞ്ഞു അൻസിൽ. കരയിലാണ്, ഇവിടെ അല്ല, അൻസിൽ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പെൻസിൽ എന്നാണെങ്കിൽ ഇതൊക്കെ ഒരു മയനുണ്ടായിരുന്നു. ഇതൊരു മയനില്ല, ഒരു ഉപകാരമില്ല. ഒരു നബിക്ക് അങ്ങനെ പേരില്ല, ഒരു റസൂലിന് അങ്ങനെ പേരില്ല, ഒരു വലിയന് അങ്ങനെ പേരില്ല. എന്തെങ്കിലുമൊക്കെ ഇടലപ്പോ. ഇപ്പൊ അങ്ങനെ ഏറ്റവും പുതിയ പേര് ഉസ്താദേ ഒരു വെറൈറ്റി പേരാകണം. വെറൈറ്റി. റസൂലുള്ളാഹി പറഞ്ഞത് എന്താണെന്നറിയങ്ങള്? അഹബ്ബുൽ അസ്മാഇ, പേരുകളെ കൂട്ടത്തിൽ അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടം അള്ളാന്റെ പേരിന്റെ കൂടെ അബ്ദു കൂട്ടിയിട്ട് അബ്ദുറഹ്മാൻ, അബ്ദുറഹ്മാൻ, അബ്ദുറഹീം അങ്ങനത്തെ പേരിട്ടാൽ ആ പേരിടുന്ന ഈ കുട്ടിനെ പറ്റി ആ ബാപ്പാക്ക് സന്തോഷമുണ്ടാകും. നമ്മളെപ്പറ്റി നമ്മളെ വാപ്പമാർക്ക്, നമ്മളെ ഉമ്മമാർക്ക്, വല്യപ്പമാർക്ക് അല്ലാഹുവേ ആഖിറത്തിൽ സന്തോഷം എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഞാൻ പറഞ്ഞത് ആ അബൂജഹലിന്റെ തലയിൽ തലങ്ങനെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തല മുറിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ അബൂജഹൽ പറയാണ്, കോളുറ്റിയൻ പകയൻ നാളൊക്കെയും വഹബിൻ മോൾ പെറ്റ മൈന്ദനവനാം. ഒരു കാര്യം ചെയ്യും, ഏതായാലും നീ എന്റെ തല മുറിക്കാൻ വേണ്ടി ഒരുങ്ങാണ്. അബ്ദുല്ലാഹിബ്നു മസ്ഊദിനോട് അബൂജഹൽ പറയാണ്, എന്താ പറയണത്? ഏതായാലും നീ എന്റെ തല മുറിക്കാൻ ഒരുങ്ങാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. എന്റെ അവസാനത്തെ വസിയ്യത്ത് മുഹമ്മദിനോട് പറയണം. എന്ത്? കോളുറ്റയൻ പകയൻ നാളൊക്കെയും വഹബിൻ മോൾ പെറ്റ മൈന്ദനവനാം. വഹബിൻ മോൾ പെറ്റ മൈന്ദൻ, വഹബിന്റെ മോള് പെറ്റ ആ ആളുണ്ടല്ലോ, വഹബിന്റെ മോളാരാ? അത് ആമിന ബീവിയാണ്. ആമിന ബീവി ലോകത്ത് ഏറ്റവും ബറക്കത്തുള്ള ഉമ്മയാണ്. അമീന പെറ്റേ അൽ അമീനായി വന്നേ ഈമാനുടയോർക്ക് അമാനായി നിന്നേ. അള്ളാന്റെ റസൂല് പലപ്പോഴും ആമിന ബീവിയുടെ, അതായത് പെറ്റ ഉമ്മാന്റെ ഖബർ സിയാറത്ത് ചെയ്തത് കിതാബുകളിലുണ്ട്. 6ാമത്തെ വയസ്സിൽ വഫാത്തായ പൊന്നുമ്മ. ആരുടെ 6ാമത്തെ വയസ്സിലാണ് വഫാത്തായത്?
ഞാൻ ഇന്ന് ഒരു ചെറിയ മുഖദ്ദിമ മാത്രം പറഞ്ഞ് പെട്ടെന്ന് നിർത്തും, വേഗം നിർത്താം ഇൻഷാ അല്ലാഹ്. നാളെന്താ കാരണം എന്നറിയോ, നമ്മൾ കൂടുതൽ നീട്ടുപോയാൽ എത്ര പരിപാടി ഉണ്ട്, 8-10 ദിവസത്തെ പരിപാടി ഉള്ളതാണ്. അപ്പൊ ഉറക്കം വരും, പിന്നെന്താവും, സുബൈക്ക് ഉറങ്ങും, സുബൈക്ക് പള്ളിയിൽ വരാൻ മടിയാവും. അല്ലാഹു തആല നമുക്ക് ഇതുകൊണ്ട് ഖൈർ മുടക്കരുതേ അല്ലാഹ്, ഖൈറിന് താല്പര്യമുണ്ടാക്കുന്ന സംഗതിയാക്കണേ അല്ലാഹ്. ആമിന ബീവി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിനെ 6-ാമത്തെ വയസ്സിൽ കൊണ്ടുപോയ ഉമ്മയാണ്. എങ്ങോട്ടാ കൊണ്ടുപോയത്? മദീനത്തേക്ക് കൊണ്ടുപോയി. ആര് കൊണ്ടുപോയി? ആമിന ബീവി കൊണ്ടുപോയി. ആരാ മദീനത്തുള്ളത്? അള്ളാന്റെ റസൂലിന്റെ ബാപ്പയായ അബ്ദുല്ലാ. അവരെ ബാപ്പാന്റെ പേരെന്താ? അബ്ദുല്ല എന്നവരെ ബാപ്പാന്റെ പേരെന്താ? അബ്ദുൽ മുത്തലിബ് അല്ലെ? ആ അബ്ദുൽ മുത്തലിബ് എന്നവരെ ഉമ്മാടെ പേരെന്താണ്? സൽമ എന്നാണ്. ആ സൽമ എന്ന റസൂലുള്ളാഹിന്റെ ഉമ്മാമയാണ്, വല്യമ്മയാണ്. റസൂലുള്ളാഹിന്റെ ബാപ്പാന്റെ ഉമ്മയാണ്. റസൂലുള്ളാഹിന്റെ ബാപ്പയായ അബ്ദുല്ല, അവരെ ബാപ്പ അബ്ദുൽ മുത്തലിബ്, അവരെ ഉമ്മ സൽമ. ആ സൽമ എന്ന റസൂലുള്ളാഹിന്റെ വല്യമ്മയാണ്, ബാപ്പാന്റെ ഉമ്മയാണ്. ആ സൽമ എന്നവരെ നാടേതാണ്? അത് യസ്രിബാണ്. യസ്രിബ് എന്ന പഴയ കാലത്ത് പറഞ്ഞിരുന്നത്. പിന്നെ അള്ളാന്റെ റസൂല് മദീനയിൽ എത്തിയപ്പോഴാണ് പേര് മാറിയിട്ട് മദീനത്തുർ റസൂൽ എന്ന് പേര് വന്നത്. മക്കാവ് പെട്ട് നബി പക്ക മദീനത്തണവായ്, പക്ക മദീനത്തണവായ്. ഹറതും എത്തിടുക ഈരാറും ഒത്ത ഷഹർ, ബാറാത്ത് പൊറുത്ത പിറകെ, ബാറാത്ത് പൊറുത്ത പിറകെ. ഹഖാന കോനമറാൻ മക്കാവ് വിട്ട് നബി പക്ക മദീനത്തണവായ്, പക്ക മദീനത്തണവായ്. ഹറതും എത്തിടുക ഈരാറും ഒത്ത ഷഹർ, ബാറാൽ പുറത്ത പിറകെ, ബാറാൽ പുറത്ത പിറകെ. അല്ലാഹുവിന്റെ റസൂൽ മദീനത്ത് എത്തിയതാണ് അല്ലേ? ആദ്യം റസൂലുള്ളാഹിനെ കൊണ്ടുപോയത് 6-ാമത്തെ വയസ്സാകുമ്പോഴാണ്. 6-ാമത്തെ വയസ്സാകുന്നതിന്റെ 1 മാസം മുമ്പാണ്. എന്തിനാ കൊണ്ടുപോയത്? ബഹുമാനപ്പെട്ട നബിയുടെ വല്യമ്മാന്റെ നാട് കാണിച്ചു കൊടുക്കാൻ. വല്യമ്മാന്റെ ആങ്ങളാര്, അതായത് അബ്ദുൽ മുത്തലിബ് എന്നവരുടെ ഉമ്മയുടെ ആങ്ങളമാര് വീടുകൾ കാണിച്ചു കൊടുക്കാൻ. അപ്പൊ ഭാര്യമാരെന്ത് വേണം? ഭർത്താവിന്റെ കുടുംബത്തിനെ പറ്റി ഈ കുട്ടിയെ പഠിപ്പിക്കണം, ഈ കുട്ടിന്റെ ബാപ്പാന്റെ കുടുംബത്തിനെ പറ്റി കുട്ടിയെ പഠിപ്പിക്കണം അല്ലെ? അതിനാണ് അങ്ങനെ. അത് വിശദമായിട്ട് പറയേണ്ടതാണ് ഇൻഷാ അല്ലാഹ്. നമുക്ക് നാളെ മറ്റന്നാളൊക്കെ പറയാൻ ഇപ്പൊ ഒരു സൂചന പറയാം. അങ്ങനെ മദീനത്ത് കൊണ്ടുപോയപ്പോ ഹബീബായ തങ്ങള് ചെറിയ കുട്ടിയാണ്. ആ ചെറിയ കുട്ടിയെ കണ്ടപ്പോ തൗറാത്ത് പഠിച്ച, ഇഞ്ചീൽ പഠിച്ചവര് പറഞ്ഞു ഈ കുട്ടി സാധാരണ കുട്ടിയല്ല, ഈ കുട്ടിയെ അസൂയാലുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് കുട്ടിനെ പെറ്റ ഉമ്മയോട്, ആരാ ഉമ്മ? ആമിന എന്ന ഉമ്മയോട് പറയാണ്. ആമിന ഉമ്മ ബേജാറായി പെട്ടെന്ന് നാട്ടിലേക്ക് മക്കത്തേക്ക് മടങ്ങുകയാണ്. ഒരു പറക്കത്തുള്ള അത്ഭുതമുള്ള യാത്രയാണ്, വണ്ടർഫുൾ ജേർണി. എവിടുന്ന്? മക്കയിൽ നിന്ന് മദീനത്തേക്കുള്ള ആമിന ബീവിയുടെ യാത്ര ഒരു സഫറുൻ അജീബ്, അതായത് വണ്ടർഫുൾ ജേർണി, വളരെ അത്ഭുതമുള്ള യാത്രയാണ്. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എന്റെ പെങ്ങന്മാരെ, അങ്ങനെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മദീനത്തേക്ക് ചെന്ന് ആ മദീനയിൽ നിന്നല്ലേ പിന്നെ ബദറിലേക്ക് വരുന്നത്. അതാ പറയണത്. എന്ത്? അബൂജഹല് പറയാണ്. എന്തെന്നറിയോ? വഹബിന്റെ മോള് പെറ്റ മോനാണ് എന്റെ ഏറ്റവും വലിയ ശത്രു എന്ന്. ഓ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോട് പറയാണ്. ആര് പറയാണ്? അബൂജഹല് പറയാണ്. എന്താ പറഞ്ഞത്? എന്റെ ഏറ്റവും വലിയ ശത്രു, എനിക്ക് ഏറ്റവും വലിയ വെറുപ്പ് ആരോടാണ്? വഹബിന്റെ മോള് പെറ്റ മുഹമ്മദിനോടാണെന്ന് പറയണം. കേട്ടോ, അത്രയും അള്ളാന്റെ റസൂലിന്റെ കഠിന ശത്രുവാണ്.
അതാ പറഞ്ഞേ കൊളുറ്റിയൻ പകയെന്നാളൊക്കെയും വകബിൻ മോൾ പെറ്റ മൈന്ദനവനാ മോൾ പെറ്റ മൈന്ദനവനാ കുശാദി ഇക്കുവലൈ പേശാദി നിക്കരുത് നേശാദാറു തത്തലൈ നീ നേശാദാറു തത്തലൈ നീ ചുള്ളണ്ടം ഓർച്ചയുടെ ബാളൻതീതഹുദ് ബാളൻ കാളൊത്ത് മുറി നീ നീളൻ കാളൊത്ത് മുറി നീ ുന്നത് മികജത്തു ജീവമുയർ ദശത്തിലായ പൊളുതാം ദശത്തിലായ പൊളുതാം നീളത്തിലെന്റെ കളം കീളറ്റമായും ഉയർ തോളറ്റമായ തിലമിൽ തോളറ്റമായ തലമിൽ നീട്ടിപ്പിടിത്ത് പൊട്ടിത്തറുത്തിടുക കുട്ടിക്കോസ തുവരമേ കുട്ടിക്കോസ തുവരമേ. അപ്പൊ അവസാനം മൗത്തിന്റെ നേരത്തെ ദുനിയാവെന്ന് മരിക്കുമ്പോഴും ആ അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞത് എനിക്ക് ഏറ്റവും വെറുപ്പുള്ളത് ആരോട്? വഹബിന്റെ മകൾ ആമിന പെറ്റ മുഹമ്മദിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് പറയാനുള്ളത് നമ്മൾ പറയണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ എന്താണ് എന്താണ് ആ അബൂജഹലിനിക്ക് അല്ലാഹ് റഹ്മത്ത് നൽകിയിട്ടുണ്ടോ? ഉണ്ട്. അബൂജഹലിന് റഹ്മത്ത് നൽകിയതുകൊണ്ടല്ലേ, അല്ലാഹു റഹ്മത്ത് കൊടുത്തത് കൊണ്ടല്ലേ വെള്ളം കുടിച്ചത്. അബൂജഹലിനിക്ക് അല്ലാഹ് റഹ്മത്ത് കൊടുത്തത് കൊണ്ടല്ലേ അബൂജഹൽ മൂത്രമൊഴിച്ചത്. മൂത്രമൊഴിക്കുക എന്നുള്ള റഹ്മത്തല്ലേ? ഒക്കെ റഹ്മത്താണല്ലോ. കണ്ടുകൊണ്ട് കാണുന്നത് അല്ലാഹുവിന്റെ റഹ്മത്താണ്. അബൂജഹൽ കണ്ടാലും ഫിർഔന് കണ്ടാലും ആര് കണ്ടാലും അല്ലേ? അങ്ങനെയുള്ള സുഹൃത്തുക്കളെ, അങ്ങനെയുള്ള അബൂജഹലിക്ക് വരെ അല്ലാഹു തആല റഹ്മത്ത് ചെയ്യുന്നുണ്ട്. എന്നാൽ റസൂലുള്ളാഹിന്റെ മേൽ ചെയ്യുന്ന റഹ്മത്തോ അത് അബൂജഹലിന്റെ മേൽ ചെയ്യുന്ന റഹ്മത്തല്ല. അത് പാപിയായ എനിക്കും നിങ്ങൾക്കും ചെയ്യുന്ന റഹ്മത്തല്ല. പിന്നെയോ അർ-റഹ്മത്തു അൽ-മഖറൂനത്തു ബിത്തഅദീം, ഏറ്റവും ബഹുമാനിച്ചുകൊണ്ട് അല്ലാഹു നൽകുന്ന റഹ്മത്ത്. ആരെ ബഹുമാനിച്ചു? അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കാൻ. അങ്ങനെ ബഹുമാനം വേറെ ആരെങ്കിലും ബഹുമാനിച്ചിരുന്നോ? ഇല്ല. നിങ്ങൾ നോക്ക്, ഒറ്റ സാമ്പിൾ ഞാൻ പറയാണ്. അതുകൊണ്ട് സ്വലാത്ത് ചെല്ലണം. അല്ലാഹു റഹ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതാണ് അള്ളാന്റെ സ്വലാത്ത്. എന്റെ നാടിന്റെ അടുത്തൊരു സ്ഥലമുണ്ട്, കുണ്ടൂര് എന്നാണ് ആ ഊരിന്റെ പേര്. എന്റെ നാടിന്റെ അടുത്തുള്ള ഒരു ഊരിന്റെ പേരാണ് കുണ്ടൂര്. അവിടെ ഒരു ശൈഖുന അബ്ദുൽ ഖാദിർ മുസ്ലിയാരുണ്ടായിരുന്നു. നല്ല കവിയാണ്, വലിയ ആലിമാണ്. അവരുണ്ടാക്കിയ ഒരു സ്വലാത്ത് ഉണ്ട്. 2 സ്വലാത്ത് നിങ്ങളൊക്കെ ചൊല്ലിത്തരണം. എന്നിട്ട് നമ്മക്കാണ്ട് തുടങ്ങാം. സ്വല്ലി യാ റബ്ബനാ, ചൊല്ലിക്കോളി. സ്വല്ലി യാ റബ്ബനാ. എന്റെ പെങ്ങന്മാരൊക്കെ ഒന്ന് ചൊല്ലി. അല്ലാഹു ഞങ്ങളെ ദോഷങ്ങൾ പുറത്തു തരണേ അല്ലാഹ്. സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ദോഷം പൊറുക്കണം അല്ലാഹ്. മാരക രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഹക്ക് ഞങ്ങൾക്കും ഞങ്ങളുടെ നാട്ടുകാർക്കും ഞങ്ങളെ പ്രിയപ്പെട്ടവർക്കും ഹക്ക് മനസ്സിലാക്കി തരണേ അല്ലാഹ്. ഹക്കിന്റെ ഭാഗത്ത് ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. അതിന് പറ്റിയ സംഗതിയാണ് ഏത്? സ്വലാത്ത്. സ്വല്ലി യാ റബ്ബനാ, നീ സ്വലാത്ത് ചെയ്യണേ അല്ലാഹ് ഞങ്ങളെ റബ്ബേ. പിന്നെ പറയാണ് സല്ലി മന്ന. അത് പറയാൻ കിട്ടോ? സല്ലി മന്ന. എങ്ങനെ? സല്ലി മന്ന അലാ ത്വാഹ യാസീൻ. പിന്നെ നേരെ മലയാള വാക്കിലേക്ക് വരികയാണ്. മുത്തുമാണിക്യമാണ് വഹാമീം. എന്ത്? മുത്തുമാണിക്യമാണ് വഹാമീം. ഹാമീം എന്നുള്ളത് ഖുർആന്റെ ആയത്താണ്. ചൊല്ലിക്കൂടെ, അതൊരു സ്വലാത്താണ്. സ്വല്ലി യാ റബ്ബനാ സല്ലി മന്ന അലാ ത്വാഹ യാസീൻ. സ്വല്ലി യാ റബ്ബനാ സല്ലി മന്ന അലാ ത്വാഹ യാസീൻ. മുത്തുമാണിക്യമാണ് വഹാമീം. മുത്തുമാണിക്യമാണ് വഹാമീം.
കുണ്ടൂർ ഉസ്താദ് പറഞ്ഞത് ആണുങ്ങൾ ഉറക്കനെ ചെല്ലണം എന്നാണ്. എല്ലാ ത്വരീഖത്തിന്റെയും ഷെയ്ഖായ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ചാപ്പരങ്ങാടി ബാപ്പ മുസ്ലിയാർ ഉപ്പാപ്പ ഉറക്കനെ ചെല്ലാനാണ് പഠിപ്പിച്ചത്. ചെല്ലിക്കൂടെ? സ്വല്ലി യാ റബ്ബന സല്ലിമന്നാ അലാ ത്വഹ യാസീൻ സ്വല്ലി യാ റബ്ബന സല്ലിമന്നാ അലാ ത്വഹ യാസീൻ മുത്ത് മാണിക്യമാണ് വഹമീം മുത്ത് മാണിക്യമാണ് വഹമീം. ഇത് നല്ല സ്വലാത്താണ്. ഒരു ജോലിക്ക് നമ്മൾ അപ്ലൈ കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ എണ്ണം സദസ്സിൽ വളരെ കുറവാണ്. അള്ളാഹു നമ്മളെ മക്കളൊക്കെ നന്നാക്കി തരണേ അള്ളാഹ്. ഒരു ജോലിക്ക് നിങ്ങൾ അപേക്ഷിക്കുമ്പോ ലക്ഷദ്വീപില് മാത്രം അപേക്ഷിക്കണ്ട. പിന്നെന്ത് വേണം? കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ അപേക്ഷിച്ചോ? എല്ലാവർക്കും ഇല്ല. ഇന്ത്യ പൗരന്മാർക്കൊക്കെ അപേക്ഷിക്കാം, ഇന്ത്യക്കാർക്കൊക്കെ അപേക്ഷിക്കാം. എവിടെ? കേരളത്തിലുള്ള ജോലി. അല്ലെങ്കിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, അത് ഇന്ത്യയിൽ മുഴുവനുള്ള എവിടെയും കിട്ടും. ആന്ധ്രയിലാവും, ചിലപ്പോ തമിഴ്നാട്ടിലാവും, ചിലപ്പോ അന്തമാനിലാവും. എവിടായാലും എന്താവും? നരകത്തിലാവൂല. ഏതായാലും അല്ലെ, എവിടായാലും അല്ലാഹു തആല ബർക്കത്ത് നൽകട്ടെ. ആ കാലം കഴിഞ്ഞു പോയിക്ക് ലക്ഷദ്വീപ് തന്നെ കിട്ടണം. എവിടെ? യൂണിയൻ ടെറിട്ടറി കിതർ കാം കിതറേ കാം വലക്കന്റെ വീട്ടിലെ ആ പൂജയൊക്കെ മനസ്സിൽ വെച്ചാണ്. ഇപ്പൊ എന്താണ്? എല്ലായിടത്തും ഉണ്ടാവും. അതുകൊണ്ട് അതിനു വേണ്ടി ഒരുങ്ങുമ്പോ ഈ സ്വലാത്ത് ചൊല്ലിക്കോ. അതാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, അതാ പറഞ്ഞതിന്റെ ഷോർട്ട്. സ്വലാത്ത് ചൊല്ലിക്ക മോനെ, ഓർത്തൊന്ന് നോക്ക് സ്വലാത്തിനുള്ളൊരു ശ്രേഷ്ഠത സ്വർഗത്തിനേക്കാൾ വില പിടിപ്പതിനുള്ളതാ. നമ്മളെ ബാപ്പ സ്വർഗത്തിലായിരുന്നു കുറെ കാലം. ഒറ്റക്ക് ആരുമില്ല, ഒറ്റക്ക് നേരം പോക്കിനൊന്നുമില്ല. ഈ ഉസ്താദുമാരൊക്കെ ദർസിൽ പഠിച്ച കാലത്ത് നേരം പോക്കില്ലാത്ത വിഷയമാണ് കാര്യമായിട്ട് പറഞ്ഞത്. ചെറുപ്പത്തിൽ ദർസിൽ പഠിക്കുന്ന കുട്ടികൾ അല്ലേ, അവിടെ ഒന്നുമില്ല നേരം പോക്കിന്, അവിടെ ഒന്നുമില്ല. കരയിലുള്ള ആള് ലക്ഷദ്വീപിൽ വന്ന മാതിരിയാ. എന്താണുള്ള നേരം പോക്കിന്? ഒന്നുമില്ല. അല്ലാഹു തആല നമ്മക്കൊക്കെ സ്വർഗത്തിൽ നേരം പോക്കാക്കി നൽകണേ അല്ലാ. സുഹൃത്തുക്കളെ, നമ്മളെ ബാപ്പ ഒറ്റക്കാണ്, നേരം പോക്കിന് ആരുമില്ല. അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് ഉറങ്ങാണ്. ആര്? അലൈഹിസ്സലാം. ഉറങ്ങുമ്പോ ഒരു വാരിയൽ ഊരി. ഉറങ്ങുമ്പോഴായതുകൊണ്ട് വേദന ഉണ്ടായില്ല, നൊമ്പലം ഉണ്ടായില്ല. ആ വാരിയല് കൊണ്ടാണ് നമ്മളെ ഉമ്മാനെ പഠിച്ചത്. നമ്മളെല്ലാരും ഉമ്മ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹാ. ആ ഹവ്വാ ഉമ്മ ബീവി വഫാത്തായി, അന്തി ഉറങ്ങുന്ന വഫാത്തായി കിടക്കുന്ന നാടിന്റെ പേരെന്താ? ജദ്ദ. അതാ ശരിക്കും പറഞ്ഞത്. നിങ്ങൾ അത് ആകെ കൊളാക്കിട്ട് ജിദ്ദ എന്ന് പറയുന്നത്. ജദ്ദ അറബിയിലെ ഗ്രാൻഡ് മദർ എന്നുള്ളതിന് പറയുന്ന പേരെന്താണ്? ജദ്ദ. ജദ്ദ എന്ന് പറഞ്ഞ ഉമ്മാമ എന്നതിന്റെ അർത്ഥം, വല്യമ്മ. ചില നാട്ടില് വല്യമ്മ എന്ന് പറയും, ചിലടത്ത് ഉമ്മൂമ്മ എന്ന് പറയും, ചിലടത്ത് ഉമ്മാമ എന്ന് പറയും. ഒക്കെ ഒന്ന് തന്നെ. അപ്പൊ നമ്മളെ മനുഷ്യന്മാരെ വല്യമ്മ ജദ്ദ. ആ ജദ്ദ ഹവ്വാ ബീവി അവിടെ അന്തി ഉറങ്ങണത് കൊണ്ടാണ് ആ നാടിന്റെ പേരെന്ത്? ജദ്ദ എന്ന് പറഞ്ഞത്. അള്ളാഹു അവിടെ എന്റെ മാമന്റെ മകൻ, എന്റെ ഉമ്മാന്റെ ആങ്ങളന്റെ മകൻ അവിടെ അന്തി ഉറങ്ങുന്നുണ്ട്. സലീം എന്നാണ് പേര്. അള്ളാഹു നമ്മളെ ഉമ്മാന്റെ ചാരത്ത്, ഹവ്വാ ബീവിന്റെ ചാരത്തുണ്ട്. അള്ളാഹു തആല അവരൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. നല്ല സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്കും നല്ല സ്ഥലത്ത് മദ്ഫൂനാകാൻ, അന്തി ഉറങ്ങാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ജദ്ദയില് പോയാൽ ബോർഡുണ്ട്, മഖ്ബറത്തു ഉമ്മിന ഹവ്വാ, നമ്മളെ ഉമ്മാന്റെ ഖബറാണിത്. അപ്പൊ എന്താ നാടിന്റെ പേര്? ജദ്ദ എന്നാ ശരിക്കും. ആൾക്കാരാകെ കൊളാക്കി. അങ്ങനെ തന്നെയുള്ള ഏത് സംഗതി പറഞ്ഞു ആകെ അങ്ങോട്ട് കൊളാക്കും. ശരിക്കും ജദ്ദാണ്. നിങ്ങൾ പറഞ്ഞതിനെ പറ്റി ബേജാറൊന്നും വേണ്ട, കാരണം ഖുർആന്റെ ആയത്തൊന്നുമല്ല. അവന്റെ പറഞ്ഞത് ആ ബഹുമാനപ്പെട്ട നമ്മളെ ഉമ്മാനെ പഠിച്ചത് ആദം നബി ഉറങ്ങുമ്പോഴാണ്. ഉറങ്ങുമ്പോഴായതുകൊണ്ട് വേദന ഉണ്ടായിട്ടില്ല. ദർദ് ബിൽകുൽ ലൈഹേ, തീരെ വേദന ഇല്ലാഹേ എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ആദം നബി അലൈഹിസ്സലാമിന് വേദന ഇല്ല. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോ എന്തത് ഭയങ്കര സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി, ഒരു യുവതിയായ പെൺകുട്ടി അടുത്തിങ്ങനെ ഇരിക്കണ്. ആരും ആസും ഒരു പെൺകുട്ടി അടുത്തിരിക്കുകയാണ് അല്ലേ?
ഒരു സുന്ദരിയായ പെൺകുട്ടി അടുത്തിരിക്കുമ്പോ ആദം നബി മെല്ലെ കൈയൊന്ന് നീട്ടി. കൈ നീട്ടിയപ്പോ അള്ളാന്റെ ഭാഗത്ത് നിന്നുള്ള വിവരം വന്നു, പ്ലീസ് വെയിറ്റ്, മഹർ കൊടുക്കണം, ഹലാലായ നിലയ്ക്ക് നിക്കാഹ് കഴിക്കണം, അതിന് മഹർ കൊടുക്കണം. ആദം നബിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്, നമ്മളെ വാപ്പാക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. ബാപ്പ പറഞ്ഞു, ആയിക്കോട്ടെ റബ്ബേ, സ്വർഗം മുഴുവനും കൊടുക്കാലോ, ഒക്കെ കൊടുക്കാലോ, സ്വർഗം മുഴുവനും കൊടുക്കാം. ഏതാ സ്വർഗം എന്നറിയോ? എന്താ സ്വർഗത്തിലുള്ളത്? സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താന്ന് ഇപ്പൊ ഇവിടുന്ന് നമുക്ക് മനസ്സിലാവോ? മനസ്സിലാവൂല. ഈ ദുനിയാവെന്ന് മനസ്സിലാവോ? മനസ്സിലാവൂല. ഈ ദുനിയാവിലെ ഒരു കണ്ണുകൊണ്ടും കാണാത്ത അനുഗ്രഹങ്ങളാണ് സ്വർഗത്തിലുള്ളത്. വല ഉദുനുൻ സമിഅത്ത്, ഈ ദുനിയാവിൽ ഒരു കാതുകൊണ്ടും കേൾക്കാത്ത അനുഭൂതികളാണ് സ്വർഗത്തിലുള്ളത്. അവിടെ പഴണ്ട് എന്ന് പറഞ്ഞ ഇവിടുത്തെ പഴാണോ? അല്ല, ദുനിയാവിലെ പഴം അല്ല. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാക്കതളിപ്പഴം തിന്നാനും. അപ്പൊ ചില ആൾക്കാർ ചോദിക്കുകയാണ്, ഖുർആന്റെ ശത്രുക്കളെ ചോദ്യം, കദളിപ്പഴത്തിന് ഇപ്പൊ സ്വർഗത്തിൽ പോണോ? മുന്തിരിപ്പഴത്തിന് സ്വർഗത്തിൽ പോണോ? ആന്ധ്രോ തിന്ന് അതാ ഒന്നായിട്ട് ഇറങ്ങിക്കണം കപ്പൽ വന്ന് നോക്കുമ്പോ. പിന്നെന്തിനാ സ്വർഗത്തിൽ പോണ്? ആര്? ഖുർആന്റെ ശത്രുക്കൾ. എടോ, അവിടെയുള്ള മുന്തിരി സ്വർഗത്തിലുള്ള മുന്തിരി ദുനിയാവിലെ മുന്തിരി അല്ല. അത് തൊള്ളേല് വായില് വെച്ചാൽ അതിന്റെ ടേസ്റ്റ് പിന്നെ വായിന്ന് പോവൂല. ദുനിയാവിലുള്ള ഈത്തപ്പഴം മുന്തിരിയാണെങ്കിലോ ഇന്ന് കപ്പലിൽ വന്ന് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് കേട് വന്നു. 2 ദിവസം ആകേണ്ട, നാളെ നേരം വെച്ചാൽ തന്നെ പകുതി വയസ്സനായി. ആര്? മുന്തിരി വയസ്സനായി. മറ്റന്നാൾക്കോ ഡബിൾ വയസ്സനായി. അല്ലേ? അങ്ങനെയാണ് അവസ്ഥ. സുഹൃത്തുക്കളെ, സ്വർഗത്തിലുള്ളത് ദുനിയാവിലുള്ളതല്ല. ദുനിയാവിലുള്ളതല്ല സ്വർഗത്തിലുള്ളത്. ഈ നമ്മളെ നാട്ടിലെ പെണ്ണുങ്ങൾ, നമ്മുടെ ഭാര്യമാര് സ്വർഗത്തിലെത്തിയാൽ അത് ദുനിയാവിലെ നബീസ കുട്ടിയല്ല, ദുനിയാവിലെ ഫാത്തിമ കുട്ടിയല്ല. ഉണ്ടേനും മിഷ്കത്ത് ബരിക്കിൽ പന്തിയുടെ നിസനവരം പരിശാനതും പടിവാം ഉഗമാം വിളമ്പിടലാം അവർ അന്തരമേലുള്ള ചന്ദ്രനോ കതിരോ നീലും തെളിവാം, കതിരോ നീലും തെളിവാം. മണ്ടമുട്ടിക്കൊട്ടു കാർമുകിലോ നിറം സഞ്ചരികച്ചതമോ അത് പൂവിലശിടുകിൽ മക കാളകമൊഴികെ ഇന്ത് ശൗനയിൽ മറ്റൊരു ലോനും വെളിപ്പെടുക അതിൻ കരുളാൽ, അതിൻ കരുളാൽ. സദസ്സിലുള്ള ഒരാള് കട്ടൻ ചായ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നേതായാലും അതിന് ഒരുങ്ങിയിട്ടില്ല. ഒരാൾ ബേക്കെന്ന് ചോദിക്കുന്നുണ്ട്. നാളെ നമുക്ക് പറ്റുമോ? വെള്ളം വേണമെന്ന് മൂപ്പര് ചോദിക്കുന്നു. സദസ്സിലുള്ള ആള് കട്ടൻ ചായ ചോദിക്കണം, എനിക്ക് വെള്ളം തന്നിട്ട് എന്താ അവസ്ഥ? എന്താ കഥ? പണ്ടൊരാള് യുക്തിവാദത്തിന്റെ ഒരാള് പറയുന്നത്, ഊതു പോയത് കാറ്റ് പോയത് ആ വൈക്കക്കൂടിയല്ല, കയ്യും മുഖവും കണ്ണൊക്കെ കഴുകിയിട്ട് എന്താ കാര്യം? അവിടെ കഴുകണ്ടേ എന്ന് പറഞ്ഞ മാതിരി. അവിടെ ക്ഷീണിച്ചിട്ട് പോട്ടുമായിട്ട് നിങ്ങൾ എനിക്ക് വെള്ളം തന്നിട്ട് എന്താ കാര്യമുള്ളത്? അള്ളാഹുത്താല നിങ്ങൾ ചോദിച്ചല്ലോ, അള്ളാഹുത്താല സവാബ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. എല്ലാവരോടും ചോദിക്കാനും എല്ലാവർക്കും വെള്ളം കൊടുക്കാനുള്ള ഒരു കഴിവ് അവർക്കും ഞങ്ങൾക്കും നൽകണേ അള്ളാഹ്. അൽഹംദുലില്ലാഹ്, ഹിദായത്തുള്ള സഖാഫിന്റെ എല്ലാ ഖൈറായ മുറാദും ഹാസിലാക്കണേ അള്ളാഹ്. ഈ വെള്ളം വെള്ളമില്ലാതെ വേറെ എവിടുന്നും ഞാൻ കുടിച്ചിട്ടില്ല. നല്ല റാഹത്തുള്ള വെള്ളം ഇതിവിടെ എത്തിച്ചു തന്ന ആൾക്കാർക്ക് സ്വർഗത്തിലെ വെള്ളം കുടിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. അപ്പൊ എന്തേ പറഞ്ഞത്? സ്വർഗത്തിലെ പഴം. പിന്നെ എന്തൊക്കെ കളിയാക്കണവരോ? എന്താ പുഴകളുണ്ട് ദുനിയാവിൽ, പുഴയില്ലേ, കടലില്ലേ, നെടുപ്പ് അൻഹാർ. എന്താ സ്വർഗത്തിലുള്ളത്? എന്താ സ്വർഗത്തിലുള്ളത്? ويطوف عليهم ولدان مخلدون إذا رأيتهم حسبتهم لؤلؤا منثورا وإذا رأيت ثم رأيت نعيما وملكا كبيرا عاليهم ثياب سندس خضر واستبرق وحلوا أساور من فضة وسقاهم ربهم الله تعالى സ്വർഗ്ഗത്തിനെ പറ്റി പറയാണ്. എന്നിട്ട് എന്താ പറയണത്? إن هذا كان لكم جزاء وكان سعيكم مشكورا.
മുഅ്മിനീങ്ങളോട് പറയണം ഇന്ന ഹാദാ കാന ലക്കും, ഇത് നിങ്ങൾക്കുള്ളതാണ്. അവിടെ പുഴണ്ട്, പലതുണ്ട് സ്വർഗത്തിൽ. അപ്പൊ അവിടെ പുഴ ദുനിയാവിലില്ലേ? ചങ്ങാതി, ഈ പ്രകൃതി കൊണ്ട് ആസ്വദിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഒരു ആസ്വാദനാണ്. അത് പഴയ കാലത്ത് അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെ. ഒരു 2000 കൊല്ലം മുമ്പും പ്രകൃതിയിലുള്ളത് ആസ്വദിക്കുക, അല്ലെ? പുഴ ആസ്വദിക്കുക, മരത്തിന്റെ ചോട്ടിൽ പോയി ആസ്വദിക്കുക. ഇപ്പൊ കരയിലുള്ള ഒരാൾ വന്നാൽ ഇപ്പൊ എന്താ അവിടെ ലക്ഷദ്വീപിൽ കാണുന്നത്? കടപ്പുറം കാണും, അല്ലേ? ഇവിടെ ഉള്ള ഒരാൾ കേരളത്തിൽ പോയാൽ എന്താ കാണുന്നത്? പുഴ പോയി കാണും. കാരണം അവിടുത്തെ പുഴ ഇവിടെ ഇല്ലല്ലോ. ഉണ്ടോ? അവിടുത്തെ കടൽ ഇവിടെ ഉണ്ടോ? ചളിയുള്ള കടൽ ഇല്ല. ആ കടലാണെങ്കിൽ അവിടെ തന്നെ പോകണം. അങ്ങനെ അതിങ്ങനെ ഒരു പുതുമ ഉണ്ടാവും. അപ്പോ ഈ പുഴ എന്നുള്ളത്, പുഴ കാണുക എന്നുള്ളത് എപ്പോഴും സന്തോഷാണ്. പ്രകൃതി എന്നുള്ളത് സന്തോഷാണ്. ചെറിയ മക്കളെ കാണൽ സന്തോഷാണ്. ഏത് യുക്തിവാദിയാണെങ്കിലും, ഏത് വയസ്സനാണെങ്കിലും, ഏത് ചെറുപ്പക്കാരനാണെങ്കിലും ചെറിയ കുട്ടികളെ അടുക്കൽ കളിപ്പിക്കാത്ത ആളാരാ? ചെറിയ കൊച്ചുമക്കളെ കളിപ്പിക്കാത്ത ആളാരാ? ഉണ്ടോ? യുക്തിവാദിയാണെങ്കിലും ഇല്ല. അതുകൊണ്ട് ചെറിയ കുട്ടികളെ സ്വർഗത്തിലുണ്ട്. വയുത്വാഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. ചെറിയ കുട്ടികൾ ഖിദ്മത്തിനായി കാണാമതിൽ ചില കുട്ടികൾ കാഴ്ചക്ക് തോന്നും നല്ല കൗതുക മുത്തുകൾ. സ്വർഗത്തില് കുട്ടികളുണ്ട്. സുഹൃത്തുക്കളെ, നമ്മളെ ബാപ്പ സ്വർഗത്തിൽ ഒറ്റക്ക് കിടക്കുകയാണ്. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് നമ്മളെ ഉമ്മാനെ പടച്ചു ചോദിച്ചു. ഉറക്കത്തിൽ ഞെട്ടി ഉണർന്നപ്പോ ബഹുമാനപ്പെട്ട നമ്മളെ വാപ്പാക്ക് ഉമ്മാനൊന്ന് തൊടാനൊരു പൂതി ഉണ്ടായി. അല്ല പറഞ്ഞു മഹർ കൊടുത്ത് നിക്കാഹ് കഴിക്കണം. നമ്മളെ വാപ്പ പറഞ്ഞു, എന്ത് പറഞ്ഞു? അതിന് സ്വർഗം മുഴുവനും കൊടുക്കാമല്ലോ റബ്ബേ. അല്ല പറഞ്ഞു, അത് പോരാ. സ്വർഗം മാത്രം കൊടുത്താ പോരാ, അതിനേക്കാളും വിലയുള്ളത് കൊടുക്കണം. അപ്പൊ അതിനേക്കാളും വിലയുള്ളത് ഏതാ? സ്വർഗത്തിനേക്കാളും വിലയുള്ളത് ഏതാ? സ്വലാത്താണ്. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, നിങ്ങൾക്കും ഞമ്മക്കും ആ സ്വലാത്ത് അതാണ് വിലയുള്ളത് മനസ്സിലാക്കിയിട്ട് അത് കൂടുതൽ ചെല്ലാൻ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകണേ അല്ലാഹ്. തഴവ ഉസ്താദിന്റെ വരികളാണ്. എന്ത്? ആദം നബിയുള്ളാഹി മഹർ കൊടുത്തത് തിരുമുസ്തഫ നബിമേൽ സ്വലാത്താണ് 20. ഓർത്തൊന്ന് നോക്ക് സ്വലാത്തിനുള്ളൊരു ശ്രേഷ്ഠത. സ്വർഗത്തിനേക്കാൾ വില പിടിപ്പതിനുള്ളതാ. ചൊല്ല് സ്വലാത്ത് ചൊല്ല്. യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി. നമ്മൾ വിത്രിയന്റെ ലാസ്റ്റ് ഇടയ്ക്ക് ചെല്ലുന്ന സ്വലാത്തില്ലേ? സ്വലാത്തു വ തസ്ലീമുൻ അലാ ഖൈരി മുർസലി. പിന്നെ അതെ, മുഹമ്മദിന് ദാഇ എന്നാണ് ശരിക്കും അവിടെ ഉള്ളത്. മുഹമ്മദിന് ദാഇ ഇലാ സുബുലി മഹ്ദാഹു, അല്ലേ? അത് പിന്നെ പല ആൾക്കാർ സാധാരണക്കാരാകുമ്പോ പിന്നെ പല മുഹമ്മദിന് ദാ ആയിക്കോട്ടെ, ദാ ആയിട്ട് ഓടുന്നുണ്ട്. അത് അങ്ങനല്ല ശരിക്കും പറഞ്ഞത്. മുഹമ്മദിന് ദാഇ ഇലാ സുബുലി മഹ്ദാഹു. വലിയ ബർക്കത്താണ് വിത്തിരിയ. അള്ളാഹു നമ്മളെ മരണം വരെ വിത്തിരിയതെല്ലാം ദുനിയാവിലും മൗത്തിന്റെ ശേഷം സ്വർഗത്തിലും തൗഫീഖ് നൽകണേ അല്ലാഹ്. അപ്പൊ എങ്ങനെ? മുഹമ്മദിന് ദാഇ അല്ലേ ഇലാ സുബുലി മഹ്ദാഹു. എന്താണ്ട് അൽഹംദുലില്ലാഹ് ഈ ലക്ഷദ്വീപിൽ കുറെ പാരമ്പര്യം ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് സുന്നത്ത് ജമാഅത്തിന്റെ പാരമ്പര്യം അത് ഖിയാമത്ത് നാൾ വരെ ബാക്കി വെക്കാൻ ഞങ്ങളുടെ നാടുകളിലൊക്കെ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അപ്പൊ ഘട്ടങ്ങള് സ്വർഗം മുഴുവനും കൊടുക്കാൻ ആര് പറഞ്ഞു? ആദം അലൈഹിസ്സലാം പറഞ്ഞു. അല്ല പറഞ്ഞു പോരാ. അല്ല പറഞ്ഞു പോരാ. അപ്പൊ എന്താ കൊടുത്തത്? സ്വലാത്താണ് കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് സ്വല്ലി യാ റബ്ബന, സ്വലാത്താണ്. ഒന്ന് പഠിച്ചു വെച്ചോളി, എപ്പോഴും നിങ്ങൾക്ക് രക്ഷ ഉണ്ടാവും. ഏത് സിഹറും ബാത്തിലാകാൻ നല്ലതാണ്. സ്വല്ലി യാ റബ്ബന സല്ലിമന്ന അലാ ത്വഹ യാസീൻ. സ്വല്ലി യാ റബ്ബന സല്ലിമന്ന അലാ ത്വഹ യാസീൻ. മുത്തമാണിക്യമാണ് വഹമീം, മുത്തമാണിക്യമാണ് വഹമീം.
فارزقنا حب سيدنا وشفاعة ربي فارزقنا حب سيدنا وشفاعة شفيعا فينا بجماعة شفيعا فينا بجماعة ചൊല്ല് ചൊല്ല് സ്വല്ലി യാ റബ്ബന വെറുതെ ചെല്ലണ്ട നമ്മളെ മനസ്സിലെ മുറാദ് ഹാസിലാകണം എനിക്കും ചില രോഗങ്ങളുണ്ട് ഞങ്ങളെ രോഗങ്ങൾ ശിഫയാക്കണം യാ അല്ലാഹ് സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫയാക്കണേ അല്ലാഹ് സ്വല്ലി യാ റബ്ബന സല്ലിം മന്നാ അലാ ത്വഹ യാസീൻ സ്വല്ലി യാ റബ്ബന സല്ലിം മന്നാ അലാ ത്വഹ യാസീൻ മുത്തുമാണിക്യമാണ് വഹമീം മുത്തുമാണിക്യമാണ് വഹമീം طوبى لمن بنى قبة المدينة قد أقام طوبى لمن بنى قبة المدينة قد أقام صل يا ربنا وسلاما صل يا ربنا وسلاما طوبى لمن بنى قبة المدينة അത് വല്ലാത്തൊരു വാക്കാണ് ശൈഖുന കുണ്ടൂർ ഉസ്താദ് മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോകുമ്പോൾ നാളെ ഒരു കട്ടൻ ചായ കൊടുക്കാൻ പറ്റുമോ എല്ലാവർക്കും പറ്റുമോ ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ അതിന് കടി വേണ്ടേ ലാ യജൂസുൽ കടി ലാ യജൂസുൽ കുടി ഇല്ലാ മഅൽ കടി എന്നാണ് അതിന്റെ മസല കടി വേണം അതിന് കടി എന്താ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് അന്തറോത്തിലുള്ള പെണ്ണുങ്ങൾ മാത്രമല്ല അവിടെ പല ലക്ഷദ്വീപിലെ പല പെണ്ണുങ്ങളുണ്ട് പെങ്ങന്മാരെ നിങ്ങൾ നാളെ വരുമ്പോ കുറച്ച് എന്ത് വേണമെന്നറിയോ കോഴിമുട്ട പുഴുങ്ങിയത് കൊണ്ടുവരണം തമാശ പറയല്ല നിങ്ങളെ മരണപ്പെട്ട മൗത്തായ ബാപ്പാനെ കരുതിയിട്ട് ഉമ്മാനെ കരുതിയിട്ട് നല്ല ഹദിയ കൊണ്ടുവരണം നല്ല പലഹാരം കൊണ്ടുവരില്ലേ സഹോദരിമാര് കൊണ്ടുവന്ന എന്തായി ആണുങ്ങൾ ചായ ഉണ്ടാക്കും അപ്പൊ കടിയായി അൽഹംദുലില്ലാഹ് അള്ളാഹു നമുക്ക് ഇതേമാതിരി സ്വർഗത്തിലും പോയി ചായ കുടിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകണേ അള്ളാഹ്. അപ്പൊ കുണ്ടൂർ ഉസ്താദ് മദീനത്തേക്ക് പോകുമ്പോ ആരോ പറഞ്ഞു കേരളത്തിൽ ഒരു മൗലവി പ്രസംഗിക്കുന്നുണ്ട് എന്ത് കേരള നേതൃത്വത്തിൽ മുജാഹിദീന് സൗദിന്റെ ഭരണം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം കണ്ട ആ കുട്ടി വരെ വളർന്നു ആ വർത്താനം കേട്ടപ്പോ കാരണം കുട്ടിയൊക്കെ വരെ അറിയാം ഇത് സംഗതി ഗൗരവമുള്ള വിഷയമാണ്. എന്തായി ഞങ്ങൾക്ക് അവിടുത്തെ ഭരണം കിട്ടിയ രണ്ടാമത്തെ ദിവസം പച്ചക്കുബ്ബ തകർത്തിട്ട് ഞങ്ങൾ കർസേവ നടത്തും. ഒരു മൗലവി പ്രസംഗിച്ചാണ് അപ്പൊ നിങ്ങൾക്ക് ചെവിക്ക് കേടൊന്നുമില്ല എന്ന് മനസ്സിലായി. നിങ്ങൾ ആരും ഡോക്ടറെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല. നമുക്കൊക്കെ അള്ളാഹു തആല ചെവിക്ക് നല്ല ഹൈർ കേൾക്കാനുള്ള തൗഫീഖ് നൽകണം അള്ളാഹ്. ഒറ്റ കുട്ടിക്ക് കുഴപ്പമില്ല അള്ളാഹു എല്ലാം ഷിഫിയാക്കി തരട്ടെ. അഥവാ വല്ലതും ഉണ്ടെങ്കിൽ ഷിഫിയാക്കി തരണേ അള്ളാഹ്. അപ്പൊ കൊണ്ടൂർ ഉസ്താദ് ചെല്ലിയാണ് ഏത് ഈ മദീനത്തുള്ള റസൂലുള്ളാഹിന്റെ ഖുബ്ബ ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ പൊളിക്കുമെന്ന് മൗലവി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോ കൊണ്ടൂർ ഉസ്താദ് ചൊല്ലുകയാണ് തൂബാ ലിമൻ ബനാ ഖുബ്ബത്തൽ മദീന. അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട ഖബർ ഷരീഫിന്റെ മുകളിലുണ്ട് പച്ചക്കുബ്ബ. അതേ ഇമാം നബവി തങ്ങൾ ശറഹുൽ മുഹദ്ദബിൽ പറഞ്ഞിട്ടുണ്ട്. ശാഫി ഇമാമിന്റെ ദറജ വിളിച്ചോതിക്കൊണ്ടിട്ട് ഇമാമുന ശാഫി തങ്ങളെ ഖബറിന്റെ മുകളിൽ വലിയ ഖുബ്ബയുണ്ടെന്ന് ഇമാമുന നബവി തങ്ങൾ ശറഹുൽ മുഹദ്ദബിൽ പറയുകയാണ്. യാ അല്ലാഹ് ഇമാം ഷാഫി തങ്ങളെ ഖബറിൽ ഞങ്ങളെ എത്തിക്കണം അല്ലാഹ്. അവരെ കൂടെ അവരെ ഹാദിമായി സ്വർഗത്തിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ് ഞാൻ പോയിട്ടില്ല. അൽഹംദുലില്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകണേ അല്ലാഹ്. മിസ്റിലാണ് ജിഗബരാം ഷാഫിഈ ഇമാം എപ്പോഴും അടുത്തേ ചെയ്തിടിക്കും തേട്ടം ഹാദി ഫേറയാൽ തരി തേ മികവരിലെ ദീനം ഭവിക്കോൽ ബീവിയോരിടത്തെ വിട്ടിടും ആള് ശിഫാക്ക് തേടി മുൻ ആയത്തെ അന്ന് ബീഗുണത്തിലോതും
തേട്ടമിൻ പകരത്തെ അഹദവൻ ലീഖാനവർക്ക് നൽകിടട്ടെണ്ടുത്തേ. ഷാഫി ഇമാമിനെ പറ്റിയാണ് ആ പറഞ്ഞത്. ഇത് മാലപ്പാട്ടാണ്. ഏത് മാലപ്പാട്ടാന്ന് അറിയാം നിങ്ങൾക്ക്? നഫീസത്ത് മാലയാണ്. ഇവിടെ പാടലില്ല, ഇവിടെ പാടലുണ്ട്. ജിഗബരാം ഷാഫി ഇമാം എപ്പോഴും അടുത്ത്. ഷാഫി ഇമാമും നഫീസ ബീവിയും വലിയ സ്നേഹത്തിലാണ്. എന്തേ? രണ്ടാളും അള്ളാന്റെ ഔലിയാക്കളാണ്. ഔലിയാക്കൾ എന്ന് പറഞ്ഞ ആണുങ്ങൾ മാത്രമല്ല, പെണ്ണുങ്ങളും ഉണ്ട്. ഇസ്ലാമിൽ പെണ്ണുങ്ങൾക്ക് വലിയ സ്ഥാനം ഉണ്ട്. പെണ്ണുങ്ങൾക്ക് സ്ഥാനല്ലേ? ഉണ്ട്. ഒരു പെണ്ണിന്റെ പേരില്ല ഖുർആനിലെ 114 സൂറത്തിൽപ്പെട്ട ഒരു സൂറത്ത് ഒരു പെണ്ണിന്റെ പേരാണ് അല്ലേ? എന്താ സൂറത്തിന്റെ പേര്? മറിയം റളിയല്ലാഹു അൻഹാ അല്ലേ? ഒരു പെണ്ണിന്റെ പേരാ. പെണ്ണുങ്ങൾ മോശമൊന്നുമില്ല. ആദ്യമായി ഈ ഉമ്മത്തിൽ ഇസ്ലാമായത് ഒരാണല്ല. റസൂലുള്ളാഹിയുടെ ശേഷം ഈ ഉമ്മത്തിൽ ഇസ്ലാമായത് ആരാ? ഒരു പെണ്ണാണ്. അള്ളാന്റെ റസൂലിന്റെ ബാക്കിൽ മഅ്മൂമായി ആദ്യം നിസ്കരിച്ചത് ഒരാണല്ല, ഒരു പെണ്ണാണ്. ഈ ഉമ്മത്തിലെ ആദ്യത്തെ ഷഹീദ് ഒരാണല്ല, ഒരു പെണ്ണാണ്. പെണ്ണുങ്ങള് ചില്ലറക്കാരല്ല. അള്ളാന്റെ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ എന്ത്? അല്ലാഹു ലിർരിജാലി നസീബും മിമ്മ ഇക്തസബു. ആണുങ്ങൾ നല്ല കാര്യം ചെയ്താൽ അതിന്റെ കൂലി ആണുങ്ങൾക്കുണ്ട്. വലിന്നിസാഇ നസീബും മിമ്മ ഇക്തസബന. അല്ലാഹ് പറയാണ് പെണ്ണുങ്ങൾ നല്ല കാര്യം ചെയ്താൽ അതിന്റെ കൂലി പെണ്ണുങ്ങൾക്കുണ്ട്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന നേരത്ത് അവർക്ക് ഷാഫി ഇമാമിന് ഏത് രോഗം വന്നാലും ദുആർപ്പിക്കൽ ബഹുമാനപ്പെട്ട നഫീസ ബീവിന്റെ അടുത്തേക്ക് ആളെ വിടാറുണ്ട്. ശിഷ്യന്മാരെ പറഞ്ഞേക്കാറുണ്ട്, ദുആർക്കണം എന്ന് പറയാറുണ്ട്. ഒരിക്കൽ ഒരു പണ്ഡിതനാണ് തലക്കടിച്ചത്. ആരെ? ഇമാം ഷാഫി തങ്ങളെ തലമ്മൽ ഒരു ഒലക്ക കൊണ്ടടിച്ചു. ഒലക്ക എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? വലിയ ഒരു വടി. അതിനേക്കാളൊക്കെ ഒരു ഡബിൾ നീളമുണ്ടാവും, വലിപ്പമുണ്ടാവും. വലിയ വടി കൊണ്ട് അടിച്ചു. തലക്ക് വലിയ മുറിവ് പറ്റി. ആരാ? ജാഹിലായ മനുഷ്യനല്ല, വലിയ മൊയ്ലിയാരാ അടിച്ചത്. എന്തിന്? ഷാഫി ഇമാം എപ്പോഴും ഹക്ക് പറയുന്ന ആളാണ്. മുസ്ലിയാന്മാർക്കാണ് മുസ്ലിയാന്മാരോട് വൈരാഗ്യം ഉണ്ടാവുക. അല്ലാഹു തആല ഖൈറിന്റെ അഹ്ലുകാരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ഷർറിന്റെ അഹ്ലുകാരുടെ മുഴുവൻ ഷർറുകളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ആ രോഗം ശദീദായപ്പോ, ഷാഫി ഇമാമിന് ശദീദായപ്പോ അതാ ശിഷ്യന്മാരെ പറഞ്ഞയച്ചു നഫീസ ബീവിന്റെ അടുക്കലേക്ക്. ഉസ്താദിന് സുഖമില്ല, ദുആർക്കണം എന്ന് പറഞ്ഞു. സാധാരണ ദുആർക്കാറുണ്ട്. ഷാഫി ഇമാമിന് ശിഫ നൽകണേ അല്ലാഹ് ദുആ ചെയ്യാറുണ്ട്. പെട്ടെന്ന് തന്നെ രോഗം നഫീസ ബീവി ദുആർന്ന വകയിൽ മാറാറ് പതിവുണ്ട്. നഫീസ ബീവി എന്ന് പറഞ്ഞാല് ഉബൈദുല്ലാ തങ്ങളെ കാലത്തുള്ള ഒരു വലിയ അല്ലത്, അല്ലെങ്കിൽ മുമ്പ് മൗലാ തങ്ങളെ കാലത്തുള്ളൊരു ഒരു വലിയത്ത് അല്ല. പിന്നെ നിങ്ങൾക്കറിയോ നഫീസ ബീവി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാന്റെ മകള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. ഫാത്തിമ ബീവിക്ക് എത്ര മക്കളാ? നിങ്ങൾ പറഞ്ഞോളി. 3 ഒരു ഉസ്താദ് പറഞ്ഞു. അൽഹംദുലില്ലാ, ആ ഉസ്താദ് പറഞ്ഞത് ശരി തന്നെയാണ്. ഫാത്തിമ ബീവിക്ക് എത്ര മക്കളുണ്ട്? 5 മക്കളുണ്ടെന്ന് നൂറുൽ അബ്സാർ ഫീ മനാഖിബി അഹ്ലി ബൈത്തിൻ നബിയിൽ മുഖ്താർ എന്ന കിതാബിൽ പറയുന്നു. അപ്പൊ ആ ഉസ്താദ് 3 പറഞ്ഞതോ തെറ്റല്ലേ? അല്ല, ശരിയാണ്. കാരണം 3 പറഞ്ഞ 5 പിന്നെ 3ന്റെ കൂടെ 2 കൂടി 3 ഏതായാലും ഉണ്ടല്ലോ. അത് സത്യമാണല്ലോ, കളവല്ലല്ലോ. അയാൾ നമ്മൾ മോശമാക്കണ്ട. പറഞ്ഞ ആൾ അല്ലാഹു അയാൾക്കും ബർക്കത്ത് കൊടുക്കട്ടെ. നിങ്ങൾക്ക് ആ പറഞ്ഞാൾക്ക് എത്ര മക്കളുണ്ട്? അല്ലാഹു അയാൾക്ക് തോനെ കൂടുതൽ ബർക്കത്തുള്ള മക്കളെ കൊടുക്കട്ടെ. അപ്പൊ ഫാത്തിമ ബീവിക്ക് എത്ര മക്കള്? 5 മക്കള്. വഫീ റിവായത്തിൽ ലഹാ 6 ഔലാദിൻ. 5 മക്കൾ ഏതായാലും ഉണ്ട്. അതിൽപ്പെട്ട മൂത്ത മോന്റെ പേരാണ് ഹസൻ റളിയല്ലാഹു അൻഹു. ആ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മോനാണ് സയ്യിദ് റളിയല്ലാഹു അൻഹു. ആ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ മോന്റെ പേരും ഹസൻ എന്നാണ്. ആ ഹസൻ എന്നവരെ മകളാണ് ആര്? നഫീസ ബീവി. ഞാൻ പറഞ്ഞു മനസ്സിലായോ? നിങ്ങൾ പഠിച്ചു വെച്ചോളി. റസൂലുള്ളാഹിന്റെ മകൾ ഫാത്തിമ ബീവി. ഫാത്തിമ ബീവിന്റെ മൂത്ത മോന് ഹസൻ. ഹസൻ ഇല്ല, ഹസൻ അത്രേ ഉള്ളൂ. നമ്മൾ ഇല്ലാത്ത വെറുതെ ഉണ്ടാക്കണ്ട.
ഭയങ്കര ഓവർ സ്ട്രോങ് ആക്കണ്ട, ഒക്കെ ഒരു മിതമായ രീതി. എന്താ പേര്? ഉമ്മർ. ഓന്റെ ഒരു പേര് ഉമ്മർ. അങ്ങനെ ഒരാളങ്ങനെ പറഞ്ഞു വെച്ചിട്ട് ഇപ്പൊ നരകത്ത് കടക്കൊന്നുമില്ല, എന്നാലും ഉമർ അത്രേ ഉള്ളൂ. മീമിന് ശ്രദ്ധില്ല. ഹസൻ അത് ഉണ്ടോ? ഇല്ല. ഹസൻ അത്രേ ഉള്ളൂ. ഹസൻ അത്രേ ഉള്ളൂ. അല്ലാഹ് തന്റെ അമ്പിനാല് ആദരിത്തമൈത്തേ ഫാത്തിമൻ നബിന്റെ മകൾ ഫാത്തിമ ബി പേറ്റേ നല്ല മകനായ ഹസനാരിലുൽ ബവീത്തേ നാദർ സൈദ് ബിനു ഹസൻ എന്നവരിൽ ജനീത്തേ ബല്ലിയെ കണക്കിൽ സുഹറ ബിക്ക് മൂന്നാമത്തെ പേരമകളാകുമേ ഈ ബീവിനെ ഫീസത്തെ. പഴയ കാലത്ത് ലക്ഷദ്വീപിലുള്ള നമ്മളെ ഉമ്മമാർക്കും ബാപ്പമാർക്കും മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞിട്ടില്ലെങ്കിലും അവരെല്ലാവരും സാക്ഷരരായിരുന്നു. അതൊരു സത്യമാണ്. അതെങ്ങനെ? സാക്ഷരതയുടെ കാര്യത്തിൽ 100% കേരളത്തിലെ മുസ്ലിങ്ങളും ലക്ഷദ്വീപിലെ മുസ്ലിങ്ങളും മലയാളം എഴുതാൻ അറിയില്ല, ശരിയാ, വായിക്കാനും അറിയില്ല, ശരിയാ, പക്ഷെ അവർ സാക്ഷരരാണ്. അക്ഷരം എഴുതാൻ നേരത്തെ പറഞ്ഞല്ലോ, 6 മാസം കേരളത്തിൽ പഠിച്ച കാലത്ത് തലക്കടത്തൂർ പഠിച്ചിട്ടുണ്ട് ആറ്റ ഉസ്താദ്. എന്റെ നാട്ടിന്റെ ഒരു 7 കിലോമീറ്റർ അപ്പുറത്ത് തലക്കടത്തൂര്. അവിടെ ഒരുപാട് ആലിമീങ്ങൾ പഠിച്ച സ്ഥലമാണ്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളൊക്കെ പഠിച്ച സ്ഥലമാണ്. ഷെയ്ഖുന കാന്തവന ഉസ്താദ് പഠിച്ച സ്ഥലമാണ്. അങ്ങനെ ഒരുപാട് ആലിമീങ്ങൾ പഠിച്ച സ്ഥലമാണ് അല്ലേ. അവിടെ കണ്ടാകുമ്പോ കത്ത് ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിലും എങ്ങനെ കത്ത്? അറബി മലയാളത്തിലാണ് കത്ത് അല്ലേ, മലയാളത്തിലല്ല, അറബി മലയാളത്തിൽ കത്തെഴുതും. കണ്ടോ? അപ്പൊ അറബി മലയാളത്തിൽ കത്തെഴുതാൻ അക്ഷരം അറിഞ്ഞിരുന്നു. ഹിന്ദു സഹോദരന്മാർക്ക് അക്ഷരം അറിഞ്ഞിരുന്നില്ല അക്കാലത്ത്. ഹിന്ദു സഹോദരന്മാർക്ക് അക്ഷരം എഴുതാൻ അറിയാത്ത കാലത്ത് കേരളത്തിലെ മുസ്ലിമീങ്ങളും ലക്ഷദ്വീപിലെ മുസ്ലിമീങ്ങളും അക്ഷരം എഴുതിയിട്ടുണ്ട്. അതിന്റെ ഒരു മോഡലാണ് ഇപ്പൊ അടുത്ത കാലത്ത് 40 കൊല്ലം മുന്നേ ആ കത്തുപാട്ട്. അന്ന് കത്തെഴുതലാണ്. എന്ത്? എത്രയും വിശേഷപ്പെട്ട എന്റെ പൊന്നു മകൻ അറിയുവാൻ അന്തറോത്തിൽ നിന്ന്, അന്തറോത്ത് എന്നുള്ള പഴയ കാലത്ത് പറയാം, അന്തറോത്ത് നാട്ടിൽ നിന്ന് മോനെ ഉമ്മ എഴുതുന്നു. അതാ പിന്നെ പാട്ടാക്കിയത് അല്ലേ. പിന്നെ ഗൾഫൊക്കെ പാട്ടായി മാറി. എത്രയും ബഹുമാനപ്പെട്ട എന്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാലേറെ പീരീശത്തിൽ ചൊല്ലിടുന്നു വസ്സലാം. 6 മാസായി ഭർത്താവിനിക്ക് വിവരം അറിഞ്ഞിട്ട്. അപ്പൊ 6 മാസം കഴിഞ്ഞിട്ട് ഭാര്യയുടെ കത്ത്, വീടര കത്ത് പുരുഷന് കിട്ടുകയാണ്. 6 മാസത്തിന് ശേഷം ഗൾഫിലുള്ള പുരുഷനിക്ക് അല്ലെ, എഴുതിയറിയിക്കാൻ കാര്യങ്ങൾ 100 എഴുതുകയല്ലാതെ വേറെന്ത് വഴിയുണ്ട്. ചില ആൾ ഉറങ്ങരുത് പറയുന്നു. നല്ല ശ്രദ്ധയില്ലീരി ഇരുന്നുകൊണ്ട് ഇൽമ് പഠിച്ചിടണം. അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അങ്ങനെയാണ് ആ പാട്ടും ഈ പാട്ടും കൂടി മിക്സ് ആയത്. അപ്പൊ സഹോദരന്മാര്, അപ്പൊ എന്തേ പറഞ്ഞറിയോ? അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞ ചില്ലറ വിഷയമല്ല. നമ്മളെ ബാപ്പമാര്, മുസ്ലിമീങ്ങളെ ഉമ്മമാര് അക്ഷര അഭ്യാസമുള്ളവരാണ്. അന്ന് അവര് കേരളത്തിൽ മലയാളത്തിന്റെ അക്ഷരം, തുഞ്ചത്തെഴുത്തച്ഛൻ അക്ഷരം കണ്ടുപിടിക്കുന്നതിന്റെ മുമ്പ് 500 കൊല്ലം മുമ്പ് ഖാദി മുഹമ്മദ് എന്ന് പറയുന്ന അന്നത്തെ കോഴിക്കോട്ടെ ഖാദി വലിയ കിതാബ് എഴുതിയിട്ടുണ്ട്. ഷെയ്ഖ് മുഹ്യിദ്ദീൻ തങ്ങളെ പറ്റി കിതാബ് എഴുതിയിട്ടുണ്ട്. ആ മുഹ്യിദ്ദീൻ മാല എഴുതിയിട്ടുണ്ട്. മൂപ്പര് അന്തറോത്തുകാരനാണെന്നൊരു അഭിപ്രായമുണ്ട്. അല്ല, മൂപ്പര് ജന്മനാട് അങ്ങനെ ആയിരിക്കാം, ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ഇഹ്തിമാലുണ്ട്. അൽഹംദുലില്ലാഹ് അന്തറോത്തുകാരനാണ്. ആര്? ഖാദി മുഹമ്മദ് തങ്ങള്. പക്ഷെ അതിൽ പറഞ്ഞത് കോഴിക്കോടത്തൂറ തന്നില്, കോഴിക്കോട് അന്തൂറ എന്ന് പാടുന്നോവർ അന്തറോത്തുകാർക്ക്
അഭിമാനം വന്നോവർ. ഏതായാലും ഏത് നാട്ടുകാരനായിക്കോട്ടെ, പക്ഷെ കേരളത്തിലെ മുസ്ലിമീങ്ങളും അന്തറോത്തിൽ ലക്ഷദ്വീപിലെ മുസ്ലിമീങ്ങളും അന്ന് ഇത് അറിയുന്നവരാണ്, എഴുതാൻ അറിയുന്നവരാണ്. അങ്ങനെയാണ് പഠിച്ചത്. എന്തെന്നറിയോ? അള്ളാഹ് തന്റെ അങ്ങനെ നഫീസത്തുമാരുണ്ടാക്കിയ ആളാരാന്നറിയാക്ക്? അവരുടെ പേരെന്താ? അവരെ പേരാണ് നാലകത്ത് കുഞ്ഞി മൊയ്തീൻ. നാലകത്ത് കുഞ്ഞി മൊയ്തീനായെനിക്കുൾ ദോഷം നങ്കലം പോറുത്തിവരെ. അതെ, ഇവരെ ബർക്കത്ത് കൊണ്ട് നങ്കലം എന്ന് പറഞ്ഞാൽ നങ്കലം പൊറുക്കണം എന്ന് പറഞ്ഞാൽ ദോഷം പൊറുക്കണം എന്നതിന്റെ അർത്ഥം. നമ്മളെ ബഹുമാനപ്പെട്ട ഉബൈദുള്ള തങ്ങളെ മാലയിൽ അല്ലെ നങ്കലം പൊറുക്കണം എന്ന് പറഞ്ഞില്ലേ? ഉണ്ടല്ലോ അല്ലെ? നങ്കലം എന്ന് പറഞ്ഞാല് ദോഷങ്ങൾ പൊറുക്കണം എന്നാ പറഞ്ഞത്. അപ്പൊ സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ശഫീ ഇമാം റളിയല്ലാഹു അൻഹു അതാ നഫീസ ബീവിന്റെ വളരെ അടുത്ത സ്നേഹബന്ധമാണ്. ആ ആലിമാണ് തലക്കടിച്ചത്. ആലിമ് തലക്കടിച്ചത് എന്തിനാ? ശഫീ ഇമാം മരിക്കാൻ വേണ്ടിയാണ്. രോഗം കൂടുതലായപ്പോ, തലയ്ക്ക് വലിയ മുറിവ് വന്നു. രോഗം കൂടുതലായപ്പോ ശിഷ്യന്മാരെ പറഞ്ഞയച്ചു നഫീസ ബീവിന്റെ അടുക്കലേക്ക്. പക്ഷേ അന്ന് രോഗം മാറാൻ ദുആ ചെയ്തില്ല. അന്ന് ബീഗുണത്തിനോതും തേട്ടമിൻ പകരത്തെ അഹദവൻ ലീഖാനവർക്ക് നൽകിടട്ടണ്ടുത്തേ. ശഫീ ഇമാമിന്റെ രോഗം മാറ്റണേ എന്ന് അള്ളാഹിനോട് ദുആയിരുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് എന്ത് വേണമെന്നറിയോ? നമ്മൾ അള്ളാന്റെ റസൂലിനെ കൊണ്ടാണ് നഫീസ ബീവി അള്ളാഹുവിലേക്ക് അടുത്തത്. ശഫീ ഇമാം റളിയല്ലാഹു അൻഹു അള്ളാന്റെ റസൂലിലേക്ക് അടുത്തത്, അള്ളാന്റെ റസൂലിനെ കൊണ്ടാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പരിശുദ്ധ റമദാനാണ്. റമദാന്റെ ഓരോരോ രാത്രികളിലും അല്ലാഹു തആല കോടാനുകോടി അടിയാറുകളെ നേരത്തെ നരകത്തിലേക്ക് കണക്കാക്കിയവരായിരുന്നു. പക്ഷേ അതല്ല നമ്മൾ ദുആർക്കുന്നത്, റബ്ബേ ഇന്ന ലക ഫീ കുല്ലി ലൈലത്തിൻ മിൻ ലയാലി ശഹ്രി റമദാൻ. റമദാന്റെ ഓരോ രാത്രികളിലും ഉണ്ടല്ലോ അല്ലാഹ്, നിനക്കുണ്ടല്ലോ അല്ലാഹു തഖാഅ വതുലഖാഅ വഖുലസാഅ മിനൻ നാർ. നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരുപാട് ഭാഗ്യവാന്മാരുണ്ടല്ലോ അല്ലാഹ്. ഇജ്അൽനാ മിൻ ഉതഖാഇക വതുലഖാഇക വഖുലസാഇക വഉമനാഇക മിനൻ നാർ. നരകത്തിൽ നിന്ന് അമ്നുള്ളവരെ കൂട്ടത്തിൽ, നിർഭയത്വം ഉള്ളവരെ കൂട്ടത്തിൽ, തുലഖാഇന്റെ കൂട്ടത്തിൽ, ഉതഖാഇന്റെ കൂട്ടത്തിൽ, ഇത്ഖ് ചെയ്യപ്പെടുന്നവരെ കൂട്ടത്തിൽ, മോചിപ്പിക്കുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമെന്ന് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. നിങ്ങൾ നോക്ക്, ശഫീ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അല്ലാഹു നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അപ്പൊ ശഫീ ഇമാമിന്റെ ദറജ അറിയിക്കുന്ന നിലക്ക് തന്നെ നബവി ഇമാം പറയാണ്, ശറഹുൽ മുഹദ്ദബിൽ പറയാണ്, ശഫീ ഇമാമിന്റെ ദറജക്കൊത്ത രൂപത്തിൽ തന്നെ മിസ്റിലെ ഈജിപ്തിൽ ശഫീ ഇമാമിന്റെ ഖബറിന്റെ മുകളിൽ വലിയ ഖുബ്ബയുണ്ട്. ഇപ്പൊ ചില ആൾക്കാർക്ക് വലിയ കണ്ടുപിടുത്ത ഖുബ്ബ, ഖബറിന്റെ മുകളിലെ ഖുബ്ബ, അത് ശിർക്കാണ്. ഭയങ്കര ശിർക്ക്. യാസീൻ ഓതിയാൽ മരണപ്പെട്ട വീട്ടിൽ ബാപ്പാന്റെ മയ്യത്തിന്റെ അടുക്കൽ ഇവർക്ക് യാസീൻ ഓതിയാലും ശിർക്ക്. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ ഞാൻ നിർത്തുകയാണ്. നാളെ നമുക്ക് പറയാനുള്ളത് ബദരീങ്ങളെ ചരിത്രമാണ്. ബദരീങ്ങളെ ചരിത്രം പറയണം. അങ്ങനെ ഓരോരോ സംഗതികളായിട്ട് നമുക്ക് പറയണം എന്ന് ഞാനൊരു മുഖവുര പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് ഉഹദീങ്ങളെ ചരിത്രം പറയാനുണ്ട്, ബദരീങ്ങളെ പറയാനുണ്ട്. റമദാനിലല്ലേ ബദർ യുദ്ധമുണ്ടായത്. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പടപൊരുതിയവരായ ബഹുമാനപ്പെട്ട ശുഹദാക്കൾ ബദരീങ്ങൾ. അല്ലാഹു ബദരീങ്ങളെ പറയുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ഈ നാട്ടിൽ വഫാത്തായ ഉബൈദുല്ലാഹ് റളിയല്ലാഹു അൻഹു, യാ അല്ലാഹ്, അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ സദസ്സ് ഖബൂലാക്കണം അല്ലാഹ്. ആ ബദരീങ്ങളെ പറ്റി ഇപ്പൊ ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്, ഒരു പുതിയ മോഡൽ. പല പാട്ടുണ്ട്. അയപ്പെട്ട ഒരു പാട്ടാണ് 313 ബദരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക്.
പാട്ട് പല പാട്ടുകൊണ്ട് എന്ന ഖുർആനിലുണ്ട്. ഒരു ചങ്ങായി പാട്ടിയ പാട്ടാണ് ഏത്? ബദരീങ്ങളെ സ്ഥാനത്ത് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക്. ആ ബദരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി. ആരാ പറഞ്ഞത്? CM വലിയുള്ള പറഞ്ഞു. ആരെ കേട്ടത് ഓലക്കൂടി എന്ന കിതാബിൽ ഈർക്കിളി എന്ന ഹോജ പറഞ്ഞതാണ്. തവളാച്ചിന്റെ റിപ്പോർട്ടാണ്. ഒരു ചങ്ങായി പാടിയപ്പം ആരെ കേട്ടത്? കേട്ടോരുമില്ല, കണ്ടോരുമില്ല. CM വലിയുള്ള പറഞ്ഞിട്ട് അതെ മശായിഹന്മാരുന്ന് കിട്ടിയതാ. സുഹൃത്തുക്കളെ, ബദരീങ്ങളെ മേലെ CM വലിയുള്ള ആവൂല, ആയിട്ടില്ല. ബദരീങ്ങളെ പകരം മുഹീദ്ദീൻ ശൈഖ് ആവോ? ആവില്ല. മുഹീദ്ദീൻ ശൈഖ് ആള് വലിയ ആളല്ലേ? ഒരു സംശയമില്ല. മുഹീദ്ദീൻ ശൈഖ് വലിയ ആളാണ്. മുരീദി തമസ്സക് ബി വഖും ബി വാസിഖാ. അതെ, എന്നെ പീഡിച്ചോവർ ഇടറുന്ന നേരത്ത്, എന്നെ പീഡിച്ചോവർ ഏതും പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. പക്ഷെ അതേ മുഹീദ്ദീൻ ശൈഖ് ആരെ ബദരീങ്ങളെക്കാളും വലിയ ആളാവോ? ആവൂല. അള്ള പഠിച്ച ഔലിയാക്കന്മാരെ അതിന്റെ ഇടയ്ക്ക് ഞങ്ങളോട് ചോദ്യം ചോദിക്കാൻ. അള്ള പഠിച്ച ഔലിയാക്കൾ, വലി എന്നതിന്റെ ബഹുവചനമാണ് ഔലിയാൾ. വലി എന്നതിന്റെ പ്ലൂറൽ ഫോമാണ് ഔലിയാൾ. ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മഹാനായ വലിയാരാ? ആരൊരാൾ അബൂബക്കർ എന്ന് പറഞ്ഞു. അതാ തൈല കച്ചവടം ചെയ്യുന്ന ആളെ പേര് അബൂബക്കർ. സ്വഹാബിയുടെ പേര് അബൂബക്കർ എന്ന് മാത്രം പറഞ്ഞാൽ പറ്റൂല. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ആദരവോടെ പറഞ്ഞു തന്നെയാണ്. മറന്നുപോയതാണ് റളിയല്ലാഹു പറയാൻ. റളിയല്ലാഹു പറയണം. അങ്ങനെ ഓരോരുത്തർക്ക് കൊടുക്കേണ്ട സ്ഥാനം നമ്മൾ കൊടുക്കണം. ഒരാള് ആദരവോടെ പറഞ്ഞു തന്നെയാണ്. അൽഹംദുലില്ലാഹ്. റളിയല്ലാഹു പറയാൻ മറന്നുപോയതാണ്. മറന്നൊക്കെ ഞങ്ങൾക്ക് മാപ്പാക്കണേ അല്ലാഹ്. മറന്നുപോയതൊക്കെ വിട്ടുവീഴ്ച നൽകണേ അല്ലാഹ്. റളിയല്ലാഹു പറയണം അല്ലേ? അബൂബക്കർ സിദ്ദീഖിനെ പറ്റി എന്തേ പറഞ്ഞത്? എന്നിട്ടാ പറഞ്ഞ അതിന് പകരം ആര് മതി? CM വലിയുള്ള മതി. അതിനെങ്ങനെ പകരാവോ? ആവൂല. ആരാണ് സിദ്ദീഖ്? നിങ്ങൾക്കറിയോ? റളിയല്ലാഹു അൻഹു. ഫസ്ദിഖു ഫിൽ ഗാരി വസ്ദിഖു ലം യരിമാ വഹും യഖൂലൂന മാ ഫിൽ ഗാരി മിൻ അരിമി ജല്ല മൗലായ സ്വല്ലി വസല്ലിം دائما أبدا على حبيبك خير الخلق كلهم. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറഞ്ഞതാണ്. ആരെപ്പറ്റി? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി. ഓ അബൂബക്കർ സിദ്ദീഖ്, ആര് എന്ത് അമലി ചെയ്താലും നിങ്ങളെ അടുത്തേക്ക് എത്തുകയില്ല. അന്നത്തെ ആ ഒരു രാത്രിയിൽ നിങ്ങൾ ചെയ്ത അമല്, അന്നത്തെ ഒരു രാത്രി നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ചെയ്ത അമല് പോലെ വേറെ ആള് ആയിരക്കണക്കിന് കൊല്ലം ഉറക്കൊഴിവാക്കിയാലും നിങ്ങൾ അവരാരും സിദ്ദീഖിന്റെ അടുത്തെത്തൂല. ഹബീബായ തങ്ങളെ ജീവൻ എടുക്കാൻ വേണ്ടി 100 ആളല്ലേ വീട് വളഞ്ഞത്? 100 ആള് വീട് വാളും പിടിച്ചിട്ട് വീട് വളഞ്ഞപ്പോൾ അതാ റസൂലുള്ള ഒരുപടി മണ്ണെടുത്തിട്ട് വാരിയെറിയുകയാണ്. റസൂലുള്ള വാരിയെറിഞ്ഞപ്പോ ഹബീബായ തങ്ങളെ കയ്യിന്റെ ബറക്കത്താണ്. സദദ കുടൈക്കോൽ പൊങ്കും തിരുകരം. ആവശ്യമുള്ളപ്പോ ആവശ്യമുള്ളത് ചെയ്യുന്ന കയ്യാണ്, ബറക്കത്തുള്ള കയ്യാണ്. സദദ കുടൈക്കോൾ പൊങ്കും തിരുകരമാൽ ഉണ്ടാമ തദിനബി തൻ തോളർ മുസ്അബിനീന്താർ അവരത് തന്നെ പിടിച്ചെയ്താറ്റൽമും ബിലനിലയാകൈ. സുഹൃത്തുക്കളെ, റസൂലുള്ളാന്റെ കയ്യിൽ നിന്ന് മണ്ണങ്ങട്ട് എറിഞ്ഞപ്പോ 100 ആളെ കണ്ണിലും അവരിങ്ങനെ എന്താ കണ്ണ് കാണില്ലല്ലോ എന്തേ പറ്റി അവരിങ്ങനെ നിൽക്കുക. ഒറ്റ ഒന്നിന് കണ്ണിന് കാഴ്ചയില്ല. ലാത്താ ഉസാനെ വിളിച്ചിട്ട് ലാത്ത എന്താക്കാനാ? ലാത്ത എന്ന് പറഞ്ഞാൽ അങ്ങനെ മുമ്പ് ഒരാൾ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. എന്തായാലും വേണ്ടില്ല, ഉണ്ടായില്ലെങ്കിലും വേണ്ടില്ല.
വഹാബികൾ പറഞ്ഞ പഴയ കാലത്ത് അങ്ങനെ ആളുണ്ടായിരുന്നു. കാരണം അവരെ പറ്റി, ലാത്താനെ പറ്റി, ഉസ്താനെ പറ്റി വഹാബികൾക്ക് കൂടുതൽ പരിചയം. നമ്മക്കത്ര പരിചയമില്ല. നമ്മക്ക് അള്ളാന്റെ അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സ്വാലിഹ്യങ്ങൾ, ശുഹദാക്കൾ, സിദ്ദീഖീങ്ങൾ, മൊയ്തീൻ ഷെയ്ഖ്, റിഫായ് ഷെയ്ഖ്, നഫീസത്ത് ബീവി, ഇതൊക്കെ നമ്മളെ പരിചയം. അവര് പറയാ, മുജാഹിദീങ്ങൾ പറയാണ് ലാത്ത എന്നുള്ള പേരിൽ പഴയ കാലത്ത് ഒരു സ്വാലിഹായ മനുഷ്യൻ ഉണ്ടായിരുന്നു എന്ന് റാസിയിലുണ്ട്. അത്രേ ഭയങ്കര അറിവാട്ടം. ചാക്ക് പഴയ കാലത്തിന്റെ ചണത്തിന്റെ ചാക്ക്. ഞങ്ങളെ പഠിപ്പിച്ച മാഷ പറഞ്ഞ് കണക്കിനെ ഞാൻ ഭയങ്കര ബുദ്ധിയുള്ള നിന്റെ ബുദ്ധി പാറിപ്പോകാതിരിക്കാൻ വേണ്ടി ചാക്ക് നനച്ചിട്ട് തന്മക്കിടണം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ മാതിരി അക്കാലത്തുള്ള സ്വാലിഹീങ്ങളെ നേതാവിന്റെ പേരാണ് ലാത്ത എന്ന് പറഞ്ഞത്. ഒന്ന് ചങ്ങായി റാസിയിൽ എന്താ പറഞ്ഞത്? മുശ്രിക്കീങ്ങളെ നേതാവാണ് ലാത്ത. സ്വാലിഹീങ്ങളെ പറഞ്ഞ മുശ്രിക്കീങ്ങളെ നേതാവാണ്. മനസ്സിലായി? അത് നമ്മൾ മുഅ്മിനീങ്ങൾക്ക് നേതാവല്ല. അത് പോട്ടെ, പറഞ്ഞത് മാത്രമേ ഉള്ളൂ. സുഹൃത്തുക്കളെ, ആ ലാത്ത ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലാത്തനെ കൊണ്ടും ഉസ്സനെ കൊണ്ടും കാര്യം ഉണ്ടായില്ല. സർവ്വ ആൾക്കാരും കണ്ണിന് കാഴ്ചയില്ലാതായി. അതിന്റെ ഇടയിൽ കൂടെ റസൂല് കൂളായിട്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് വാതിലിന് മുട്ടി. എവിടെ വാതിലിന് മുട്ടി? റളിയല്ലാഹു തആല അൻഹുവിന്റെ വാതിലിന് മുട്ടി. സുഹൃത്തുക്കളെ, ഞാൻ ചുരുക്കി പറയാണ്, അപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന് ഖിദമത്ത് ചെയ്ത പലരുമില്ലേ? ഒരു ഖിദമത്ത് ചെയ്ത പെൺകുട്ടിയുണ്ട്, സിദ്ദീഖിന്റെ മൂത്ത മകൾ ബീവി അസ്മാ. ലഗേജുകൾ കെട്ടുമ്പോ റസൂലുള്ളാഹിന്റെ 1-2 ഡ്രസ്സുകളെല്ലാം കൂടി പൊതിഞ്ഞിട്ട് ശീലയിലാക്കിയിട്ട് ഇങ്ങനെ കെട്ടുമ്പോ തോൽ പാത്രത്തിൽ തോല് കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് കെട്ടുന്ന സമയത്ത് കയറ് തികയുന്നില്ല. കാർബോർഡ് കെട്ടും പോലെ കെട്ടുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു? അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ പാവാടമ്മലുള്ള ആ ചരടൊന്നിങ്ങനെ മുറിച്ചു കൊടുത്തിട്ട് ഒരു പീസാക്കിയിട്ടാണ്ട് കൊടുത്തപ്പോ റസൂലുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തു. 2 അരക്കച്ച ഉള്ളവൾ. അതാ റസൂലുള്ള കൊടുത്ത ടൈറ്റലാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട റസൂലുള്ള പോവാണ്, സിദ്ദീഖ് തങ്ങൾ കൊണ്ടുപോവാണ്. അങ്ങനെ കൊണ്ടുപോകുമ്പോ ആ മലയുണ്ട്. ആ മലയിലേക്ക് ചൂണ്ടിയിട്ടൊരു വഴികാട്ടിയുണ്ട്. വഴികാട്ടിന്റെ പേര് ആമിർ ബിൻ ഫുഹൈറ. മദീനയിലേക്കുള്ള എല്ലാ വഴികളും അറിയുന്നയാളാണ് ആമിർ ബിൻ ഫുഹൈറ. അയാള് വഴികാട്ടിയാണ്, മലമുകളിലേക്ക് വഴികാട്ടി. സുഹൃത്തുക്കളെ, മലന്റെ മുകളിലേക്ക് റസൂലുള്ള പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറുമ്പോ റസൂലുള്ളാഹിയുടെ കൂടെ ആരാളുള്ളത്? സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കൂടെയുണ്ട്. കുറെ സമയം ബാക്കിലാണ്, റസൂലുള്ളാഹിന്റെ ബാക്കിൽ ഇങ്ങനെ നടക്കുകയാണ്. കുറെ സമയം മുന്നിൽ ഇങ്ങനെ നടക്കുകയാണ്. കുറെ സമയം വലത്തെ ഭാഗത്ത് നടക്കുകയാണ്. കുറെ സമയം അടുത്ത്. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, എന്താ സിദ്ദീഖ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടുന്നു? അപ്പൊ പറയാണ്, നബിയേ, തങ്ങളെ ജീവൻ എടുക്കാൻ മുന്നിലൂടെ വരുമോ എന്ന് പേടിക്കുമ്പോ ഞാൻ മുന്നിലേക്ക് ചാടുകയാണ്. ശത്രുക്കളെ ബാക്കിലൂടെ വരുമോ എന്ന് പേടിയാകുമ്പോ ഞാൻ ബാക്കിലേക്ക് ചാടുകയാണ് നബിയെ. കുറെ കഴിഞ്ഞപ്പോഴാ മനസ്സിലാകുന്നത്, ഹബീബായ തങ്ങളെ ബാക്കിൽ ഇങ്ങനെ നടക്കുമ്പോ നിങ്ങൾ കേറിയിട്ടില്ല, മല കയറാൻ കഴിയൂല. 1.5-2.5 മണിക്കൂറൊക്കെ കയറണം. 4 മണിക്ക് സുബഹിന്റെ മുമ്പ് 4 മണിക്ക് കയറാൻ തുടങ്ങിയാൽ എന്നെ പോലത്തെ സാഹിബുൽ ബത്തുനായ ആൾക്കാർക്ക്, പേടുവാല ആയ ആൾക്കാർക്ക് 2 മണിക്കൂർ കയറേണ്ടി വരും. അവർ പ്രയാസമുണ്ട്. പിന്നെ ആർക്കാ കയറാൻ സുഖം എന്നറിയോ? ദിനേശ് ബീഡി മോഡലിൽ ആയിരിക്കുന്ന ആൾക്കാരെ പോലത്തെ ദിനേശ് ബീഡി മോഡൽ. അല്ലാഹു തആല എല്ലാവർക്കും ആ മല കയറാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ജബലുന്നൂർ കയറാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഗാർ തൗറിലേക്ക് എത്താൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഗാർ ഹിറയിലേക്ക്, ആമീൻ പറ, ഗാർ ഹിറയിലേക്ക് എത്താൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. നബവി ഇമാം ഇലാഹിൽ പറഞ്ഞിട്ടുണ്ട്, അവിടൊക്കെ പോകല് സുന്നത്താണെന്ന്. ഞങ്ങൾക്ക് ഇനിയും തൗഫീഖ് നൽകണം അല്ലാഹ്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ കാണുകയാണ് അല്ലാഹുവിന്റെ അന്നത്തെ മല എന്ന് പറഞ്ഞ ഇന്നത്തെ മല പോലല്ല. ഇന്ന് നല്ല പാകിസ്ഥാനികൾ നല്ല സ്റ്റെപ്പൊക്കെ വെച്ചിട്ടുണ്ട്. 6 മാസം മുമ്പ് റോഡും ആക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഗവൺമെന്റ് നല്ല റോഡാക്കിയിട്ടുണ്ട്. എന്നാ അന്ന് റസൂലുള്ളാഹിയുടെ കാലത്ത് സ്റ്റെപ്പില്ല. ഹബീബായ തങ്ങളെ കാലിന്റെ അടിയിലേക്ക് നോക്കുമ്പോ, സിദ്ദീഖ് തങ്ങൾ നോക്കുമ്പോ, ഈ കൂർത്ത കല്ലുകള് റസൂലുള്ളാഹിന്റെ മിനുസമുള്ള സോഫ്റ്റായ കാലിന്റെ അടിയിൽ കയറിയിട്ട് ചോരങ്ങനെ ഒലിക്കുകയാണ്. കാലിന്റെ അടിയിൽ മുറിവാണ്. സിദ്ദീഖിന്റെ കാലിന്റെ അടിയിൽ അതിനേക്കാളും വലിയ മുറിവുണ്ട്.
എന്തേ ചെയ്തത് എന്നറിയോ? സിദ്ദീഖ് തങ്ങള് ഒരു ചെറിയ കുട്ടിയെ ഉമ്മ എങ്ങനെ വാരിയെടുക്കും പോലെ ചെറിയ ഒരു മോന് അല്ലെങ്കിൽ മോളെ ബാപ്പ ഇങ്ങനെ വാരിയെടുക്കും പോലെ ഹബീബായ തങ്ങളെ വാരിയെടുത്തിട്ട് ആ മലയുടെ മുകളിൽ കൊണ്ടുപോവുകയാണ്. അതിനെപ്പറ്റിയല്ലേ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറഞ്ഞത്. ഇമാം റസീൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ റിപ്പോർട്ട് മിശ്കാത്തുൽ മസാബിഹ് എന്ന കിതാബിലുണ്ട്. ഓ അബൂബക്കറേ, അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടിയിട്ട് ഹബീബായ തങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അന്ന് രാത്രി ഉറക്കമൊഴിച്ചില്ലേ? ലോകത്ത് എല്ലാ മനുഷ്യന്മാരും ആയിരക്കണക്കിന് കൊല്ലം ഉറക്കമൊഴിവാക്കിയാലും സിദ്ദീഖ് തങ്ങളെ അടുത്തെത്താൻ കഴിയൂല എന്ന് ഞാൻ പറഞ്ഞതല്ല. അതേ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. ആ ഉമർ ഇബ്നു ഖത്താബ് ബദരീങ്ങളെ നേതാവാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ബദരീങ്ങളെ നേതാവാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദരീങ്ങളെ ഏറ്റവും വലിയ നേതാവാണ്. നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിച്ചിട്ടും കാര്യമില്ല. ബദരീങ്ങളെ അടുത്തേക്ക് പിൽക്കാലത്തുള്ള ഒരൊറ്റ വലിയും എത്തൂല്ല. മുഹീദ്ദീൻ ശൈഖ് എത്തിയിട്ടില്ല. മുഹീദ്ദീൻ ശൈഖ് എന്താ പറഞ്ഞിരുന്നറിയോ? എന്നെ ഒരു തേനെ കൂട്ടി പറയേണ്ട, എന്നെ പാട പീനാറിയേരു ജന്നോവർ ബിൽ ഖുത്ബി റബ്ബാനി والغوث الصمداني نجينا من كل آفات يا الله. എന്നെ ഒരുത്തനെ കൂട്ടി പറയണ്ട, എന്നെ പടപ്പിനറിയരുത്, എന്നെ ഒരാളും അറിയരുതേ, എന്നെ പറ്റി ജനങ്ങളുടെ അങ്ങനെ പേര് ഉണ്ടാകരുത്, പ്രശസ്തി ഉണ്ടാകരുത്, ആരും അറിയണ്ട എന്നാണ് ആരാഗ്രഹിച്ചത്? ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അതുകൊണ്ട് അവര് പോലും ശൈഖ് മുഹീദ്ദീൻ തങ്ങൾ പോലും അങ്ങനെയാ പറഞ്ഞത്. അൽഹംദുലില്ലാഹ്, നാളെ നമുക്കൊരു 2-2.5 മണിക്കൂർ സംസാരിക്കണം ഇൻഷാ അല്ലാഹ്. അണ്ടങ്ങൾ ഉസ്താദ് പറഞ്ഞു ഇൻഷാ അല്ലാഹ്. നമ്മൾ അബ്ദു തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, മൂപ്പര് കൈ പൊക്കിയിട്ടുണ്ട്. നല്ലോണം ആമീൻ പറഞ്ഞോളി. മൂപ്പര് ഇപ്പൊ കൈ പൊക്കിയിട്ടുണ്ട്. ആ കൈ കൊണ്ട് കല്ലെറിയാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. എവിടെ ഇപ്പൊ കല്ലെറിയൽ ഇത്ര മുന്തിയ കാര്യമാണ്? കല്ലെറിയൽ വാജിബാണ്, നിർബന്ധം. എവിടെ? മിനായിൽ. അതിനെപ്പറ്റിയാ ഞാൻ പറഞ്ഞത്. അല്ലാഹു തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. കല്ലെറിയൽ വാജിബാണ്. കല്ലെറിഞ്ഞിട്ടില്ലെങ്കിൽ അറക്കേണ്ടി വരും, അറവ് കൊടുക്കേണ്ടി വരും. കാരണം ഹജ്ജിന്റെ വാജിബാത്തിൽപ്പെട്ടതാണ്. ദുൽഹിജ്ജ 10-നും 11-നും 12-നും 13-നും 4 ദിവസം കല്ലെറിയണം, അല്ലേ? കുറെ ആൾക്കാർ എറിഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇരിക്കുന്നവർ, എറിയാത്തവരും ഉണ്ട്. അല്ലാഹു എല്ലാവർക്കും അവിടെ പോയി എറിയാൻ, മഖബൂലായ മബ്റൂറായ ഹജ്ജ് ഉംറ ചെയ്യാൻ യാ അല്ലാഹ് ഞങ്ങൾക്ക് ഇനിയും ചെയ്തവർക്കും ചെയ്യാത്തവർക്കും തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അതുകൊണ്ട് ബദരീങ്ങളെ ശുഹദാക്കൾ എത്ര പേരുണ്ട്? ബദറിൽ എത്ര പേര് ഷഹീദായി? 14 പേര് ഷഹീദായി. ഷഹീദാകാത്ത ബാക്കിയുള്ളവരും വൽ ബാഖൂന മഅജൂറൂന മിസ്ലഹും, ബാക്കിയുള്ളവരും അതേ കൂലിയുള്ളവരാണ്. അതെങ്ങനെ ഉണ്ടാവോ? ഷഹീദാകാത്തവർക്ക് ആ കൂലി ഉണ്ടാവോ? ഉണ്ടാവും. എന്താ കാരണം? അവര് ഷഹീദായിട്ടില്ലെങ്കിലും ഷഹീദാകണം എന്ന് കൊതിച്ചവരാണ്. മരിക്കണം എന്ന് കൊതിച്ചിട്ട് അവരെല്ലാരും വന്നത്. നിങ്ങൾ നോക്ക്, 16 വയസ്സുള്ളൊരു ഷഹീദുണ്ട്. എത്ര? 16 വയസ്സുള്ള ഷഹീദിന്റെ പേരാണ് മുബശ്ശിർ റളിയല്ലാഹു അൻഹു. ഈ ചെത്തിലത്ത് വയത് പറഞ്ഞാലും അവിടെ എൻ്റെ പോർട്ടിൽ ജോലിയുള്ളവരാണ്. അയാളുടെ പേര് ദാവൂദ് എന്നാണ്. അയാളോട് എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്താ, അയാൾ കമ്മിറ്റി സെക്രട്ടറി ഒക്കെയാണ് അന്ന്. അപ്പോൾ ഒരു ഉസ്താദ് വയത് പറഞ്ഞു. ആ വയത് ഉസ്താദ് ഇങ്ങനെ റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ വയത് വരുമ്പോൾ ഇയാളെ പണി ആ വയതിൻ്റെ നോട്ട്സൊക്കെ ഇങ്ങനെ എഴുതി വെക്കണം. എന്നിട്ട് 12ാമത്തെ ദിവസം അയാൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ട് ഈ അതിൽ പറഞ്ഞ കാര്യങ്ങൾ അതേമാതിരി നിങ്ങൾ എന്നിട്ട് ചോദ്യം കൊടുക്കും. അതിൽ നല്ല ഉത്തരം പറഞ്ഞ ആൾക്കാർക്ക് നല്ല സമ്മാനം, ഉത്തരം എഴുതിയാൽ മതി. അതേമാതിരി നിങ്ങൾ പഠിച്ചു വെച്ചോളി. 16 വയസ്സുള്ള കുട്ടിയായ ഷഹീദിന്റെ പേരെന്താ പറഞ്ഞത്? മുബശ്ശിർ
മുബശ്ശിർ ഇബ്നു അബ്ദുൽ മുൻദിർ റളിയല്ലാഹു അൻഹു അവരുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതണം. 14 ശുഹദാക്കളെ പേര് ഞാൻ ചൊല്ലിയാണ്. കാലിന് വേദന ഇല്ലാത്തവർക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കണം. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഇരിക്കാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു എല്ലാ നിലക്കുള്ള ആഫിയത്തും നൽകണേ അല്ലാഹ്. 14 ശുഹദാക്കളെ പേരാണ് ചൊല്ലുന്നത്. ബിമനുഷ്ഹിദൂങ്ങളെ പേര് കേൾക്കുമ്പോൾ بمنشهدوا بعبيدة وبمهجع ومعوذ وكذا بصفوان معي عوف وسعد ثم يزيد الأشجعي عنهم رضا قدوس منك إلهنا عجل بفتح منك يا رحماننا وبذي الشمالين الجري وعميرهم نجل الحمام وهارثة وعميرهم وبرافع وبعاقل بن بكيرهم عنهم رضاؤك يا سلام إلهنا عجل بفتح منك يا رحماننا. ബദറിന്റെ പടക്കളത്തിലേക്ക് പോകുമ്പോ മുബശ്ശിർ എന്ന കുട്ടിക്ക് 16 വയസ്സാണ്. സയ്യിദുന മുബശ്ശിർ ഇബ്നു അബ്ദുൽ മുൻദിർ അൽ ഔസി അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഇസ്തസ്ഗറഹു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോനെ നിങ്ങൾ ചെറിയ കുട്ടിയാണ്, നിങ്ങൾക്ക് പടക്കളത്തിലേക്ക് വരാൻ പറ്റൂല, മടങ്ങിപ്പോയിക്കോ. മുബശ്ശിർ റളിയല്ലാഹു അൻഹു എന്ന 16കാരൻ പറയാണ്, എനിക്ക് ഷഹീദായി മരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്, അവിടുന്ന് എന്നെ മടക്കരുത് നബിയേ. കരഞ്ഞു പറഞ്ഞപ്പോ ആ സംഘത്തില് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ കൂട്ടുകയാണ്. ബദറിന്റെ പടക്കളത്തിൽ 16ാമത്തെ വയസ്സിൽ ഷഹീദായ മുബശ്ശിർ റളിയല്ലാഹു അൻഹുവിനെ ഞങ്ങളെ മൗത്തിന്റെ നേരത്ത് കാണാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ബദരീങ്ങളോടുള്ള മഹബത്ത്, ബദരീങ്ങൾ ഷഹീദായത് റമദാനിലാണ്. റസൂലുള്ളാഹിന്റെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹാ, അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ ഞങ്ങളെ ഉമ്മ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം ആവോളം സമ്പാദിച്ച അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ ഞങ്ങളെ ഉമ്മ, മുഅ്മിനീങ്ങളെ ഉമ്മ ഖദീജ ബീവിന്റെ കൈപിടിക്കാൻ ഈ വഅദ് കേൾക്കുന്ന മുഴുവൻ പെങ്ങന്മാർക്കും, ഞങ്ങളെപ്പറ്റ ഉമ്മമാർക്ക്, ഞങ്ങളെ ഭാര്യമാർക്ക്, ഞങ്ങളെ പെങ്ങന്മാർക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹ് എല്ലാ ബലാഉം ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിനാൽ യമൈ കാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും ബദരീങ്ങളെ ബറകത്തിനാൽ റഹ്മത്ത് താ യാ റബ്ബനാ. എന്ത് കടങ്ങളും അല്ലാഹുവേ വീട്ടിത്തരണേ അല്ലാഹ്. ഏത് സിഹറും ബാത്തിലാക്കണേ അല്ലാഹ്. ഏത് രോഗവും ശിഫയാക്കണേ അല്ലാഹ്. എല്ലാ മുറാദുകൾ ഖൈറായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ ഞങ്ങളെ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാഹ്. ഒരു ഫാത്തിഹ ബദരീങ്ങൾക്ക് വേണ്ടി ഓതണം. ഉബൈദുള്ള തങ്ങൾക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതണം. മുമ്പ് മൗലാ വൽ ഖാസിമിൽ വാലി ഫിൽ ജസീറ കവരത്തി മശൂറൻ ലനാ നസീറ
الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. കുണ്ടൂർ ഉസ്താദ് എന്നോട് ഓതാൻ പറഞ്ഞൊരു സൂറത്താണ് അലം നശ്റഹ്. ആ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് എൻ്റെ മകൾ ഫാത്തിമ ഹന്ന, മുസ്തഫ സഖാഫിയുടെ മകള് ഫാത്തിമ ഹന്ന 10ാം ക്ലാസ്സിൽ SSLCക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ പോവുകയാണ്. നല്ല വിജയം നൽകണേ അല്ലാഹ്. ഒറ്റ കുട്ടി SSLCക്ക് പരീക്ഷ എഴുതാൻ പോണ കുട്ടികൾ ഇവിടെ ഉണ്ടോ? ഇല്ലല്ലോ. ഈ മജ്ലിസിൽ വന്നിട്ടുണ്ടോ? ഇല്ല. അൽഹംദുലില്ലാഹ്. നാളെ SSLCക്കുള്ള കുട്ടികളോടൊക്കെ വരാൻ പറഞ്ഞു. ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അല്ലാഹു നമ്മളെ മക്കൾക്ക് നല്ല വിജയം നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദറക വവളഅന അൻക വിസറക الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. അതാ ബദരീങ്ങളെ പറ്റി പിന്നെയും പറയുകയാണ്. നാലകത്ത് മരക്കാർ ഉസ്താദ് പറയുകയാണ്. കണ്ണിയത്ത് ഉസ്താദിന്റെ ഉസ്താദ് ചൊല്ലുകയാണ്. ബിമുബശ്ശിരിൻ ഖദ് സാറ കുല്ലും മുശ്ഹദാ وبحمزة عم النبي وأسعدا وبزيد المطلوب مولى أحمدا يا مؤمن ارضى عن الجميع إلهنا عجل بفتح منك يا رحماننا عجل بنصر منك يا رحماننا عجل خلاصا منك يا رحماننا. അല്ലാഹ് രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഹജ്ജിൽ ശിഫാഅൻ മിൻക യാ റഹ്മാനന. ഒരു ഇഖ്ലാസ് ഓതിയിട്ട് ചെറിയൊരു ദുആ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد. അല്ലാഹ് ബദരീങ്ങളെ ഞങ്ങൾക്ക് കാണിച്ചു തരണം. ഞങ്ങളെ മൗത്തിന്റെ നേരത്ത് വരണം. സയ്യിദുനാ സിദ്ദീഖ് തങ്ങൾ വരണമെന്ന് ഞങ്ങൾക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖം സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്ന മുഖം കാണണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. തൗഫീഖ് നൽകണേ അല്ലാഹ്. ബദരീങ്ങളെ ഖാദിമീങ്ങളായി ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളെ കടങ്ങൾ വീട്ടണേ അല്ലാഹ്. ബദരീങ്ങളോടുള്ള മഹബത്ത് ഖൽബിലേറ്റി തരണേ അല്ലാഹ്. സിഹറുകൾ ഉണ്ടെങ്കിൽ ബാത്തിലാക്കണേ അല്ലാഹ്. കണ്ണേറുണ്ടെങ്കിൽ ബാത്തിലാക്കണേ അല്ലാഹ്. മാരകങ്ങളായ രോഗങ്ങൾ ഉണ്ടെങ്കിൽ ആ രോഗത്തിന്റെ അണുക്കളെ നീ നശിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഈമാൻ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഈമാനിനെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. اللهم إن لك في كل ليلة من ليالي شهر رمضان رقابا تعتقها بعفوك من النار فاجعل رقابنا من تلك الرقاب يا تواب يا وهاب. اللهم توفنا مسلمين وألحقنا بالصالحين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد. اللهم صل على محمد يا رب صل عليه وسلم. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله
أستغفر الله اللهم إني أسألك الجنة وأعوذ بك من النار اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين اللهم ارحمني. നാളെ സഹോദരി